Hi everyone, myself Akhila Narayanan, CA Akhila Narayanan, and I am taking classes for law at CA Foundation and Intermediate level. In this video, we are going to discuss Companies Act 2013 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എൻറ്റയർ കമ്പനീസ് ആക്ട് ഒരു 2-3 സെറ്റ് ഓഫ് വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. ദിസ് ഇസ് എ സമ്മറി വീഡിയോ. ഒരു ഫുൾ ലെക്ചർ ആയിരിക്കത്തില്ല. ഓൾറെഡി ക്ലാസ് എപ്പോഴെങ്കിലും മിക്ക അറ്റൻഡ് ചെയ്തവർ, അല്ലെങ്കിൽ ഒന്ന് എക്സാം എഴുതി സെക്കൻഡ് ടൈം എക്സാം എഴുതാൻ റെഡി ആവുന്നവർ, അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു 1 hour 1.5 hourനുള്ളിൽ ഒരു റിവിഷൻ, ഒരു ക്വിക്ക് റിവിഷൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, ഈ ഒരു കാറ്റഗറിക്ക് വേണ്ടിയായിരിക്കും ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. സ്ട്രിക്ട്ലി ദിസ് ഈസ് സമ്മറി. ഇതുവരെ കാണാത്ത ആൾക്കാർ ഈ ഒരു 1.5 hour കൊണ്ട് എൻറ്റയർ കമ്പനീസ് ആക്ടിൻ്റെ ഫൗണ്ടേഷൻ ലെവലിലുള്ള ടോപ്പിക് കവർ ചെയ്യാമെന്ന് വിചാരിക്കരുത്. ജസ്റ്റ് എന്താ ഒരു റീബൂസ്റ്റ് മാത്രമാണിത്. അതൊന്നും ഓർത്തുകൊണ്ട് വേണം കാണാൻ വേണ്ടി. ഫസ്റ്റ് പാർട്ട് ഒരു 10 minutes ഇൻട്രൊഡക്ടറി സെക്ഷൻ ആയിരിക്കും. സോ എൻ്റെ ഓൾറെഡി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദ ഇനിഷ്യൽ 10 minutes, എന്നിട്ട് സമ്മറിയിലേക്ക് ഡയറക്റ്റ് പൊക്കോളുക. ഫസ്റ്റ് ടൈം വാച്ചിങ് ആണ് എങ്കിൽ സമ്മറി ഇൻട്രൊഡക്ഷനും കൂടെ കണ്ടിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുക. സോ അവർ പാറ്റേൺ വിൽ ബി ലൈക്ക് ദിസ്. നമ്മൾ ആദ്യം എന്തുകൊണ്ടാണ് കമ്പനി ഫോം എന്ന് പഠിക്കും. ദെൻ വൈ കമ്പനീസ് ആക്ട്, പിന്നെ അതിനകത്ത് കണ്ടന്റ്. നമ്മൾ കമ്പനീസ് ആക്ട് നമുക്ക് പഠിക്കാനില്ല, അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയാസ് ആണ് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ ലെവലിൽ കവർ ചെയ്യുന്നത്. ആക്ടിലെ സെക്ഷൻ ബൈ സെക്ഷൻസ് നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫൈനൽ ലെവലിലായിരിക്കും കവർ ചെയ്യുന്നത്. സോ മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾക്ക് പല ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ അറിയാമല്ലേ? ലൈക്ക് പ്രൊപ്രൈറ്റർഷിപ്പ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, കമ്പനി ഉണ്ട് എന്നറിയാം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ 3 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ പ്രൊപ്രൈറ്റർഷിപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കമ്പനി ഫോമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കറിയാം കമ്പനി ഫോം ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലൈസൻസിങ് റിക്വയർമെൻ്റ് ഉണ്ട്, കമ്പനീസ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ, കുറേയേറെ ഫയലിംഗ്. നിങ്ങൾക്കറിയാമല്ലേ, നിങ്ങൾ ഓഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കമ്പനി ഓഡിറ്റിന് കൂടുതൽ പ്രാധാന്യമുണ്ട് ഇനി നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പൊക്കെ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് 2013 എന്ന് പറഞ്ഞൊരു ആക്ട് ഫോളോ ചെയ്യണം. അതിൽ ആക്ച്വലി 470 സെക്ഷൻസ് ഉണ്ട്. എന്തൊക്കെ ചെയ്യണം, ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന 470 സെക്ഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യണം. ഇതിന് എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ ഹ്യൂജ് പെനാൽറ്റി, പണിഷ്മെൻറ്റ്, ഇതെല്ലാം കമ്പനീസ് ആക്ടിൻ്റെ പാർട്ടായിട്ടുണ്ട് എന്നറിയാം. എന്നിട്ടും ഒരുപാട് ആളുകൾ കമ്പനി ഫോംസിലാണ് അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ? പാർട്ട്ണർഷിപ്പിനോ പ്രൊപ്രൈറ്റർഷിപ്പിനോ പോകുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്? യെസ്, നിങ്ങളുടെ മനസ്സിൽ കുറേയേറെ ആൻസേഴ്സ് വന്ന് കാണും. ചിലർക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് മാത്രം വന്ന് കാണും. എനിവേ ഐ വിൽ ടെൽ യു, ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് മാത്രം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ ഒരു 50 lakhs rupees ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്കൊരു ബിസിനസ് വേണമെങ്കിൽ സ്വന്തമേ തുടങ്ങാം, അല്ലേ? സോൾ പ്രൊപ്രൈറ്റർഷിപ്പായിട്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് 150 lakhs ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് തന്നെ തുടങ്ങാൻ പറ്റുമോ? ഇല്ല, നിങ്ങളുടെ കയ്യിൽ 50 lakh ഉള്ളൂ. സോ യു ആൻഡ് യുവർ ഫ്രണ്ട്, സോ നിങ്ങളെ ഞാൻ തൽക്കാലം എ എന്ന് വിളിക്കാം, എയും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ബിയും സിയും, നിങ്ങൾ 3 പേര് 50 lakh വീതം എടുത്താലും നിങ്ങൾക്ക് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അല്ലേ? സോ ദാറ്റ് വിൽ ബി a partnership business. ഇനി തിങ്ക് ചെയ്യുക, നിങ്ങളുടെ ആവശ്യം ഒരു 500 lakhs തന്നെ പറഞ്ഞേക്കാമല്ല. 500 lakhs ആണെങ്കിലോ നിങ്ങളുടെ ഫ്രണ്ട്സ് വിചാരിച്ചാൽ പറ്റുമോ? ഇല്ല. യു നീഡ് എ വലിയൊരു ബണ്ടിൽ ഓഫ് ആൾക്കാരുടെ ആവശ്യമുണ്ട്, അല്ലേ? സേ യുവർ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് യുവർ ഫ്രണ്ട്സ് എല്ലാവരോടും അവർക്ക് പറ്റുന്ന രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങളെന്ത് പറയും? എയും ബിയും സിയും, ഞാനും എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ബിയും സിയും ചേർന്നിട്ട് വി വിൽ ബി സ്റ്റേ ആസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇത് മാനേജ് ചെയ്യുന്ന മാനേജിങ് ടീം, അവരെന്ത് വിളിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് ഞങ്ങൾ ഇരിക്കാം. നിങ്ങൾ ജസ്റ്റ് ഫണ്ട് മാത്രം തന്നാൽ മതി, എൻ്റയർ ബിസിനസ് ഞങ്ങൾ നോക്കി നടത്തിക്കോളാം. എന്നിട്ട് ഞങ്ങൾ പ്രോഫിറ്റിൻ്റെ ഷെയർ നിങ്ങൾക്ക് തരാം. എന്ത് സുഖമല്ലേ? ഫാമിലി മെമ്പേഴ്സിന് ജസ്റ്റ് പൈസ കൊടുക്കുക, പ്രോഫിറ്റിൻ്റെ ഷെയർ വാങ്ങിക്കുക. ഇങ്ങനെ ഈ കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഷെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിവിഡൻഡ് എന്ന് വിളിക്കുക. സോ ഇൻ റിട്ടേൺ ഇവർക്ക് മാനേജ്മെൻറ്റിലുള്ള പാർട്ടിസിപ്പേഷനും ഉണ്ടോ? ഒന്നുമില്ല. അവർ ഫണ്ട് കൊടുക്കുക, തിരിച്ച് ഡിവിഡൻഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുക എല്ലാ വർഷവും. അതാണ് ഇവരുടെ വർക്ക്. നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു 500 crore ആണെങ്കിലോ? നിങ്ങൾക്ക് ഇങ്ങനെ ഫാമിലി മെമ്പേഴ്സിനെയും ഫ്രണ്ട്സിനെയും കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കാൻ പറ്റുമോ? പറ്റത്തില്ല, അല്ലേ? സോ യു വിൽ ഇഷ്യൂ ഷെയർസ് ടു പബ്ലിക്. നിങ്ങൾ എൻ്റയർ പബ്ലിക്കിനോട്, ലോകത്തോട് മൊത്തം വിളിച്ച് പറയും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ബിസിനസ് ഐഡിയാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫണ്ട് തരിക, ഞങ്ങൾ ബിസിനസ് ഞങ്ങളുടെ പ്ലാനിൽ കറക്റ്റായിട്ട് ചെയ്യും, നിങ്ങളെ കീപ്പ് യു അപ്ഡേറ്റഡ് എല്ലാം പറഞ്ഞ് അറിയിച്ചുകൊണ്ടിരിക്കും. പ്ലസ് വി വിൽ ഗീവ് യു ഡിവിഡൻഡ്, പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. പബ്ലിക്കിൽ ആർക്ക് വേണമെങ്കിലും, എൻ്റയർ പബ്ലിക്കിൽ ആർക്ക് വേണമെങ്കിലും ഷെയർ വാങ്ങിക്കാമെന്ന്. സോ ഈ ഒരു ഫോം ഓഫ് ഓർഗനൈസേഷൻ, കുറച്ച് ക്ലോസ്ഡ് ഗ്രൂപ്പായിട്ടുള്ളവരെ നമ്മൾ എന്ത് വിളിക്കും? പ്രൈവറ്റ് കമ്പനി ഫോം എന്ന് വിളിക്കും. ഇവിടെ എന്ത് വിളിക്കും?
പബ്ലിക് കമ്പനി എന്ന് വിളിക്കും അല്ലേ. സോ നിങ്ങൾക്ക് അതെല്ലാം അറിയാവുന്നതായിരിക്കും, ജസ്റ്റ് ഒന്നും കൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ പ്രൈവറ്റ് കമ്പനിയുടെ പ്രത്യേകത എന്താ? ഇവർക്ക് എൻ്റയർ പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പിലായിരിക്കും അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്റ്റഡ് ഗ്രൂപ്പിലായിരിക്കും ഇവർ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ഈ ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ വിൽക്കാനും വാങ്ങാനും ഒക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് അവിടെ. പക്ഷേ പബ്ലിക് കമ്പനി ആണെങ്കിലോ ഇല്ല. പബ്ലിക്കിൽ ആർക്ക് വേണമെങ്കിലും ഈ ഒരു 500 കോടിനെ നമ്മൾ ചിലപ്പോൾ എങ്ങനെ മാറ്റും? ഇതിനെ ചെറിയ ലോട്ട് ഓഫ് ഷെയർസ് ആയിട്ട് മാറ്റും. ഇവിടെയും മാറ്റും കേട്ടോ. എങ്ങനെയായിരിക്കും? 500 രൂപയുടെ 1 കോടി ഷെയർസ് ആയിട്ട് ഇനി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. സോ ആർക്ക് വേണമെങ്കിലും ഈ 500 ഷെയർ വാങ്ങിക്കാം. 1, 2, 3, 10, 100, 1000 എത്ര വെച്ചിട്ട് വേണമെങ്കിലും ഈ 500 രൂപയുടെ ഷെയർസ് ആർക്ക് വാങ്ങിക്കാം? പബ്ലിക്കിൽ ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം. വാങ്ങിക്കുന്നവർ ഷെയർ ഹോൾഡറായിട്ട് മാറിക്കൊണ്ടിരിക്കും. സോ ഇവിടെ ആരൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സ് പ്രൈവറ്റ് കമ്പനിയിൽ? ഈ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അത് ആര് വേണമെങ്കിലും ആകാം. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, ഏത് പർട്ടിക്കുലർ ഗ്രൂപ്പ് വേണമെങ്കിലും ആവാം. പക്ഷേ എൻ്റയർ പബ്ലിക് ഉണ്ടോ? ഇല്ല. എൻ്റയർ പബ്ലിക്കിന് ഷെയർ ഓഫർ ചെയ്യാൻ പറ്റുമോ പ്രൈവറ്റ് കമ്പനിക്ക്? പറ്റത്തില്ല. സെലക്റ്റഡ് ഗ്രൂപ്പിന് മാത്രമേ കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ ഈ പബ്ലിക്കിന് ഫുൾ ഇങ്ങനെ പല ലോട്ട്സ് ആയിട്ട് പല ഷെയർസ് എന്ന് പറഞ്ഞ ഓരോരോ ഈ സ്പ്ലിറ്റ് ചെയ്ത് എൻ്റയർ ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനെ പല ഷെയർസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ ഓരോ ഷെയർസ് ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാവുന്ന രീതിയിൽ കൊടുക്കും. സോ അത് പബ്ലിക് കമ്പനി. സോ ഈ പബ്ലിക് കമ്പനിയുടെ മെയിൻ പ്രത്യേകത എന്താ? എല്ലാവരും ഈ കമ്പനി ഫോമിലേക്ക് മാറുന്നതിൻ്റെ മെയിൻ പ്രത്യേകത എന്താ? ഫണ്ട് അല്ലേ. ഒരാളുടെ കയ്യിലോ 2 പേരുടെ കയ്യിലോ ഉള്ള ഫണ്ട് വെച്ചല്ല. കൂടുതൽ ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ വി ക്യാൻ ഹാവ് ഷെയർഡ് ക്യാപിറ്റൽ. അതാണ് ഈ കമ്പനി ഫോംസിൻ്റെ ഒരു വൺ ഓഫ് ദി മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. എന്താ? ക്യാപിറ്റൽ ഷെയർഡ് ആണ്. പലരിൽ നിന്ന് ഷെയർ ചെയ്ത് നമുക്ക് ക്യാപിറ്റൽ കിട്ടും. ഈ ക്യാപിറ്റൽ കൊണ്ടുവന്നതിൻ്റെ പേരിൽ അവരെല്ലാം നമ്മുടെ കമ്പനി കയറി മാനേജ് ചെയ്യാൻ വരുമോ? ഇല്ല. അവർക്ക് ഡിവിഡൻറ്റിന് അവകാശമുള്ള അല്ലേ. മാനേജ്മെൻറ്റിന് അവർക്ക് അവകാശമൊട്ട് ഇല്ലേം താനും. പിന്നെ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ കമ്പനി ഫോം എല്ലാവരും പ്രിഫർ ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ എയും ബിയും സിയും കയറി ബിസിനസ് നടത്തി. ഈ ബിസിനസ് പൊട്ടിക്കഴിഞ്ഞു. ഇതിന് വലിയ ലോസ് ഉണ്ടായി എന്ന് വിചാരിക്കുക. സോ 200 lakhs ലോസ് ഉണ്ടായി. ഇവർ കൊണ്ടുവന്ന 150 lakhs എന്താണെങ്കിലും പോകും. ബാക്കി 50 lakhs ഫണ്ടും കൂടെ വേണമെന്ന് വിചാരിക്കാം. എക്സാമ്പിൾ ആണ് കേട്ടോ. സോ ഇത് എവിടെ നിന്ന് കൊണ്ടുവരേണ്ടി വരും? ഈ എയുടെയും ബിയുടെയും സിയുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടതായിട്ട് വരും. ബിക്കോസ് അവിടെ അൺലിമിറ്റഡ് ആണ് ലയബിലിറ്റി. കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടം വന്നാൽ സ്വന്തം കുടുംബം വിറ്റ് വരെ അവരെന്ത് ചെയ്യേണ്ടി വരും? ആ നഷ്ടം നികത്തുന്നതായിട്ട് വരും. പക്ഷേ ഇവിടെയോ നോക്കേ, ഇവിടെ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഷെയർ പബ്ലിക്കിന് കൊടുത്തു. എന്നിട്ട് നിങ്ങൾ ബിസിനസ് നടത്തുന്നു. ആ ബിസിനസ് പൊട്ടിയാൽ ഒരാൾ ഈ 500 രൂപയുടെ ഷെയർ എടുത്ത ഒരാളോട് 500 രൂപ അയാൾക്ക് പോയി ബിസിനസ് പൊട്ടിയപ്പം എന്താണെങ്കിലും അയാളുടെ പ്രോപ്പർട്ടി വിറ്റിട്ട് ബാക്കി കുറച്ച് രൂപയും കൂടെ കൊണ്ട് തരണം, കമ്പനി പൊട്ടിയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. മാത്രമല്ല അങ്ങനെ ചോദിക്കാനുള്ള അവകാശവും നിങ്ങൾക്കില്ല. ബിക്കോസ് ഇവിടെ ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഒരാൾ 500 രൂപയുടെ ഷെയർ എടുത്താൽ അയാൾക്ക് വരാൻ പോകുന്ന മാക്സിമം ലോസ് എത്രയാണ്? ഈ 500 rupees ആണ്. ഇതിൻ്റെ മേളിൽ വരുമോ? ഇല്ല. സോ എന്ന് പറയാം 500 രൂപയുടെ നഷ്ടമായി മാക്സിമം നിങ്ങൾക്ക് വരത്തുള്ളൂ. പക്ഷെ ലാഭം വന്നാലോ ഈ 500 രൂപയ്ക്ക് ഇയാൾ എടുത്ത ഷെയറിന് ഡിമാൻഡ് കൂടുമ്പോൾ നാളെ മാർക്കറ്റ് വില 600 ആവാം, നാളെ കഴിഞ്ഞ് മാർക്കറ്റ് വില 700 ആകാം അല്ലേ. ഈ എമൗണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ട് അയാളുടെ കയ്യിലിരിക്കുന്ന ആ ഷെയറിൻ്റെ വാല്യൂ, മാർക്കറ്റ് വാല്യൂ കൂടാം. അത് അയാൾക്കുള്ള പ്രോഫിറ്റ് ആണ്. അതുകൂടാതെ കമ്പനി എല്ലാ വർഷവും ഡിവിഡൻ്റ് ആയിട്ട് പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ കൊടുക്കും. അതും ഇത് വാങ്ങിച്ച ആൾക്ക്, ഈ ഒരു ഷെയർ ഹോൾഡറിന് കിട്ടിക്കൊണ്ടേയിരിക്കും. ലോസ് വന്നാലോ മാക്സിമം 500 രൂപയുടെ നഷ്ടമേ അയാൾക്ക് വരത്തുള്ളൂ അല്ലേ. സ്വന്തമായിട്ട് ബിസിനസ് നടത്തുമായിരുന്നെങ്കിൽ അയാളുടെ വീട് വിറ്റിട്ടാണെങ്കിലും കൊടുക്കേണ്ടി വന്നേനെ. പക്ഷെ ഒരു ഷെയർ ഹോൾഡർ ആയിട്ടിരിക്കുന്നത്രയും കാലം അയാൾക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ട്? ബിസിനസ് ഇയാളുടെ അല്ല, സെപ്പറേറ്റ് ആണ്. ബിസിനസ് വേറെ, ഇയാൾ വേറെ. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡർക്ക് മാക്സിമം ലോസ് എപ്പോഴും എന്താണ്? ലിമിറ്റഡ് ആണ്. ഈ രണ്ട് ഫോമിലും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും ഈ ലിമിറ്റഡ് ലയബിലിറ്റി കൺസെപ്റ്റ് ഉണ്ടോ? ഇല്ല. സ്വന്തം വീട് വരെ പോകാം. ഇവിടെയോ മാക്സിമം എത്ര ഷെയർ എടുത്തിട്ടുണ്ട് അത്രയും വരെ നഷ്ടം വരത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു നഷ്ടം വരത്തില്ല. ക്ലിയർ ആണല്ലോ. ഈ കാരണങ്ങൾ കൊണ്ടാണ് എല്ലാവരും കമ്പനി ഫോം പ്രിഫർ ചെയ്യുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്തിനാ കമ്പനീസ് ആക്ട്? ഈ സോൾ പ്രൊപ്രൈറ്റർഷിനെയും പാർട്ട്നേഴ്സിനെയും ഒന്നും ഗൈഡ് ചെയ്യാൻ പാർട്ട്ണർഷിപ്പിന് ആക്ട് ഉണ്ട്. പക്ഷെ ഇത്രയും സ്ട്രിക്റ്റ് അല്ല. ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ട്സ് ആ ഫോമിലൊന്നുമില്ല. എന്തുകൊണ്ടാണ് കമ്പനി ഫോമിന് മാത്രം ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ടും 470 സെക്ഷൻസും ഫോളോ ചെയ്തില്ലെങ്കിൽ ഇത്ര ഹ്യൂജ് പെനാൽറ്റീസും? അതിൻ്റെയും ആൻസേഴ്സ് ഇവിടെ തന്നെ ഉണ്ട് അല്ലേ. സോ ഈ രണ്ട് കേസിൽ ആദ്യത്തെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിലോ നിങ്ങൾ നിങ്ങളുടെ പൈസ കൊണ്ടാണ് കളിക്കുന്നത്. നിങ്ങൾക്ക് നഷ്ടം വന്നാലും ലാഭം വന്നാലും നിങ്ങൾക്ക് പോയി. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കൂടി പാർട്ട്ണർഷിപ്പ് ആണെങ്കിലോ അതും നിങ്ങളുടെ ഓൺ മണിയാണ്. നഷ്ടം വന്നാലും ലാഭം വന്നാലും നിങ്ങൾ തന്നെ ബിസിനസ് നടത്തി നിങ്ങൾക്ക് തന്നെ നഷ്ടം വന്നു, അത് അവിടെ പോയി. പക്ഷേ ഒരു കമ്പനി ഫോമിൽ ഓർഗനൈസേഷനിലേക്ക് വരുമ്പം, എക്സ്പെഷ്യലി ഒരു പബ്ലിക് കമ്പനിയിലേക്ക് വരുമ്പം നിങ്ങൾ ആരുടെ മണി ഇട്ട് അപ്ലൈ ചെയ്യുന്നത്? ABC എന്ന് പറഞ്ഞ് നിങ്ങൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ടിരുന്നുകൊണ്ട് നിങ്ങൾ പബ്ലിക്കിൻ്റെ മണി കൊണ്ടാണ് കളിക്കുന്നത് അല്ലേ. സോ പബ്ലിക്കിൻ്റെ മണി നഷ്ടമുണ്ടാക്കാതിരിക്കാൻ വേണ്ടി പബ്ലിക്കിൻ്റെ അസറ്റ്സ് പ്രോപ്പർട്ടീസ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള റൈറ്റ് എന്നല്ല, ഒബ്ലിഗേഷൻ ആർക്കാണ് ശരിക്കും
ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെതാണല്ലേ. പബ്ലിക്കിൻ്റെ മണി വേറൊരാൾ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ അസറ്റിന് നഷ്ടം വന്നാൽ അത് തിരിച്ച് നേടിക്കൊടുക്കാൻ, ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. സോ ഗവൺമെൻറ്റിന് ചില ഒബ്ലിഗേഷൻസ് ഉണ്ട്. ഈ പറയുന്ന പബ്ലിക്കിന്, ഈ ഷെയർ വാങ്ങിച്ചിരിക്കുന്ന പബ്ലിക്, അല്ലെങ്കിൽ ഈ ഒരു ഫാമിലിയിലെ പബ്ലിക്കിൽ ഇരുന്നൊരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് ഇവരുടെ മണി കൊണ്ടാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കളിക്കുന്നത്. സോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണം? ഈ മണി മിസ്യൂസ് ചെയ്യാതെ നോക്കണം. അതിന് സ്ട്രിക്റ്റ് ആയിട്ട് കുറേ റൂൾസ് കൊണ്ടുവരണം. ആര് കൊണ്ടുവരണം? ഗവൺമെൻറ് കൊണ്ടുവരണം അല്ലേ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു, നിങ്ങളുടെ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നെല്ലാം പൈസയെല്ലാം വാങ്ങിച്ചു, എന്നിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വീട്ടിൽ ഉറക്കം തൂങ്ങി ഗെയിംസും കളിച്ചിരിക്കുകയാണ്. പറ്റുമോ? ഇല്ല. അപ്പോൾ കമ്പനീസ് ആക്ട് വന്നു. എന്നിട്ട് ആക്ട് എന്ത് പറഞ്ഞു? മിനിമം 4 ബോർഡ് മീറ്റിംഗ് എങ്കിലും എല്ലാ വർഷവും നിങ്ങൾ കൂടിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എത്രയാണോ നമ്പർ അത്. എന്താ, വീട്ടിലിരിക്കാൻ പറ്റത്തില്ല, ബോർഡ് മീറ്റിംഗ് കൂടണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് കൂടി തീരുമാനമെടുക്കണം, നിർബന്ധമാണ്. പിന്നെ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ടെല്ലാം വാങ്ങിച്ച് പറഞ്ഞ് ബിസിനസ് ചെയ്യാതെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്തു? ഈ ഫണ്ടെല്ലാം അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അവരുടെ ടൂറൊക്കെ അടിച്ച് കളിച്ച് നടക്കുകയാണ്. അത് പറ്റുമോ? ഇല്ല. അപ്പോൾ എന്തുണ്ട്? കമ്പനീസ് ആക്ട് ഉണ്ട്. കമ്പനീസ് ആക്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന മണി ഡയറക്ടേഴ്സിന് ലോൺ എന്ന രീതിയിലോ ഒരു രീതിയിലും ഡയറക്ടേഴ്സിന് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ലോണൊക്കെ കൊടുക്കുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡയറക്ടേഴ്സിൻ്റെ റിലേറ്റീവ് ആയിട്ടൊരു ട്രാൻസാക്ഷൻ വരുമ്പം, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫണ്ട് കൊടുത്തു, നാളെ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചു, എന്നിട്ട് ബിയുടെ റിലേറ്റീവ്സിന്, നിങ്ങൾ ടെക്സ്റ്റൈൽസ് ബിസിനസ് ആണെന്ന് വെച്ചോ, ബാക്കി എല്ലാവർക്കും കൊടുക്കുന്ന വിലയല്ലാതെ ബിയുടെ റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്ന് റോ മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ മാത്രം അതിന് നോർമലി 100 രൂപ കൊടുക്കേണ്ടത് ബിയുടെ റിലേറ്റീവ് ആയതുകൊണ്ട് 500 രൂപ കൊടുക്കാൻ പറ്റുമോ? ബി സ്വന്തം ക്യാഷ് അല്ലല്ലോ കൊടുക്കുന്നത്, പബ്ലിക്കിൻ്റെ ക്യാഷ് അല്ലേ. അപ്പം ബിക്ക് താല്പര്യം കാണുമല്ലേ, എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവാണ്, അവന് ഇച്ചിരി കൂടുതൽ പൈസ കൊടുത്തോളൂ, അവന് പ്രോഫിറ്റ് കിട്ടിക്കോട്ടെ എന്ന്. കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കമ്പനീസ് ആക്ട് ഉണ്ട്. എന്ത് പറഞ്ഞു? റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് സ്പെസിഫിക്കലി സെപ്പറേറ്റ് എഴുതി പബ്ലിക്കിനെ കാണിക്കണം, ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കണം. റിലേറ്റീവ്സിന് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റിലേറ്റീവ്സിന് കൂടുതലായിട്ട് ബെനിഫിറ്റ് ഒന്നും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവരുത് എന്ന് ആര് എൻഷുർ ചെയ്യും? കമ്പനീസ് ആക്ട് എൻഷുർ ചെയ്യും അല്ലേ. അതുപോലെ തന്നെ ജനറൽ മീറ്റിംഗിലാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ബോർഡ് മീറ്റിംഗ് എന്ന് വിളിച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ്, ജനറൽ മീറ്റിംഗ് വിളിച്ചാൽ സകല ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ്. സോ ജനറൽ മീറ്റിംഗ് വിളിച്ചിട്ട് അവിടെയാണ് തീരുമാനം എടുക്കുന്നത് അല്ലേ. സോ ജനറൽ മീറ്റിംഗിൽ 10 പേരെ വന്നുള്ളെങ്കിൽ ആ 10 പേര് തീരുമാനം എടുക്കും. 1000 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അതിൽ 10 പേരെ വന്നുള്ളെങ്കിൽ 10 പേരുടെ തീരുമാനമാണ് ജനറൽ മീറ്റിംഗിൻ്റെ തീരുമാനം. സോ ജനറൽ മീറ്റിംഗിൽ 10 പേര് വരാം, 100 പേര് വരാം, 1000 പേരും വരാം, ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം അല്ലേ. സോ തലേ ദിവസം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അവർക്ക് താല്പര്യമുള്ള കുറച്ച് ആൾക്കാരെ മാത്രം ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു നാളെ ജനറൽ മീറ്റിംഗ് ഉണ്ട്. അപ്പം അറിയത്തില്ലാത്ത കുറച്ച് പേര് വരത്തില്ലല്ലോ. അപ്പോൾ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ എടുത്ത് തീരുമാനം എടുത്താൽ അത് മെമ്പേഴ്സിൻ്റെ തീരുമാനം പോലെ തന്നെയാണ്. നാളെ ഒരു മെമ്പർ വന്നിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് പറയും? ജനറൽ മീറ്റിംഗിന് നിങ്ങൾ വന്നില്ലല്ലോ, നിങ്ങളുടെ കുഴപ്പമാണെന്ന് പറയും. സോ ഇതൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ കമ്പനീസ് ആക്ട് വന്നിട്ട് എന്ത് പറഞ്ഞു? ജനറൽ മീറ്റിംഗ് അങ്ങനെ ഒറ്റയടിക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. മിനിമം 21 ദിവസം മുമ്പ് എല്ലാ മെമ്പേഴ്സിനെയും അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ഒരു മെമ്പറിനെ പോലും അറിയിക്കാൻ വിട്ടുപോയാൽ ആ ജനറൽ മീറ്റിംഗ് വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. സോ ഇതൊക്കെ എങ്ങനെ കമ്പനീസ് ആക്ട് ഇങ്ങനെ ഇഷ്ടം പോലെ 470 സെക്ഷൻസും ഇത് കൂടാതെ അതിലേത് റൂൾസും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിയമങ്ങൾ, റെഗുലേഷൻസ്, കമ്പനി എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള റെഗുലേഷൻസ്. എന്തിനു വേണ്ടിയാ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ ഇന്റേണലി വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ മണി മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഇത്രയേറെ റെഗുലേഷൻസ് കമ്പനീസ് ആക്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. സോ കമ്പനീസ് ആക്ടിന്റെ റെലവൻസ് മനസ്സിലായല്ലോ. ഓരോ സെക്ഷനും പഠിക്കുമ്പം ഏതൊക്കെ രീതിയിലാണ് ഇത് മെമ്പേഴ്സിനെയും കമ്പനിക്ക് പൈസ കൊടുത്തിട്ടുള്ള ക്രെഡിറ്റേഴ്സിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് ചിന്തിച്ച് വേണം നിങ്ങൾ കമ്പനീസ് ആക്ട് പഠിക്കാൻ വേണ്ടി. ഇതെല്ലാം ഇൻട്രൊഡക്ടറി പാർട്ടാണ്. നമുക്കിനി ഡയറക്റ്റ് സെക്ഷൻസിലേക്കല്ല, നിങ്ങളുടെ ചാപ്റ്ററിലേക്ക് പോകാം. സോ കമ്പനി എന്തുകൊണ്ടാണ് എല്ലാവരും കമ്പനി പ്രിഫർ ചെയ്യുന്നതെന്നും എന്തുകൊണ്ടാണ് കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് വേണ്ടതെന്നും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് നോക്കാം ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന്. സോ ആ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പോകുന്നതിന് മുമ്പ് ഞാനൊരു 4 വീഡിയോസ് ആയിട്ടായിരിക്കും യൂട്യൂബിൽ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത്. സോ സമ്മറി വീഡിയോ മാത്രമേ യൂട്യൂബിൽ കാണത്തുള്ളൂ. റെഗുലർ വീഡിയോസ് ഡയറക്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ഈ ഒരു ചാപ്റ്ററിനെ മെയിനായിട്ട് ചാപ്റ്ററിൽ വരുന്നത് കമ്പനി എന്താണ്, കമ്പനിയുടെ മീനിങ്, പിന്നെ കമ്പനിയുടെ ഫീച്ചേഴ്സ്, കമ്പനിക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ. അതുകൂടാതെ ഒരു കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും കൂടെയുണ്ട്. പിന്നെ രണ്ടാമത്തെ പാർട്ടിൽ വരുന്നത്, ഇത് ജസ്റ്റ് ഒന്ന് നോട്ട്ബുക്കിലൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. സെക്കൻഡ് പാർട്ടിൽ വരുന്നത് ക്ലാസിഫിക്കേഷൻ. പല രീതിയിലുള്ള കമ്പനീസ് ഉണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ട് കമ്പനി ഉള്ളത്. സോ പല രീതിയിലുള്ള കമ്പനീസ്, ആ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ അടുത്ത പാർട്ടിൽ വരും. അതുകൂടാതെ ഇനി വരുന്നത് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. സോ കമ്പനി എന്താണെന്ന് അറിയാം, എന്തിനു വേണ്ടിയാണെന്നൊക്കെ അറിയാം. ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ എന്തൊക്കെയാണ് പ്രൊസീജിയർ? നാളെ നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയി കഴിയുമ്പോൾ ഒരാൾ വന്നിട്ട് തുടങ്ങുകയാണ്, എനിക്കൊരു പുതിയ കമ്പനി തുടങ്ങണം, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാനുള്ള സ്റ്റെപ്സ്. കമ്പനിയുടെ രജിസ്ട്രേഷൻ പ്ലസ് കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ എന്ന് പറയും കേട്ടോ. കമ്പനിയുടെ ബർത്ത് എന്നല്ല പറയുന്നത്, ഇൻകോർപ്പറേഷൻ. സോ ഇൻകോർപ്പറേഷൻ്റെ പ്രൊസീജിയേഴ്സ്, കാര്യങ്ങൾ. പിന്നെ നമുക്ക്
ക്യാപിറ്റൽ, കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഷെയർഡ് ക്യാപിറ്റലാണ് മൂലധനം. ഈ ക്യാപിറ്റലിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ക്യാപിറ്റലിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ ഷെയറിനെയും പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഷെയറിൻ്റെയും ക്ലാസിഫിക്കേഷൻ. ഇത് നമ്മുടെ തേർഡ് പാർട്ടിൽ നമ്മൾ കവർ ചെയ്യും. പിന്നെ ലാസ്റ്റ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും എന്താണെന്നും കുറച്ച് ഒരു 3 ഡോക്ട്രിൻസുമാണ്. സോ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആവുന്നുണ്ടാവില്ല, പക്ഷേ ഓൾറെഡി ഒന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞവരാണ് എങ്കിൽ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ ഈ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ ഈ 4 പാർട്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാകും. സോ ഈ ഒരു രീതിയിലായിരിക്കും ഇതുവരെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞപ്പം ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പം ഓൾറെഡി ചാപ്റ്റർ 1 പഠിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ റിവൈസ് ചെയ്യാനിരിക്കുന്നവർക്ക് ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടി. പക്ഷേ ഇതുവരെ കമ്പനീസ് ആക്ടേ പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല, കൺഫ്യൂഷൻ ആവും, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതായിട്ട് തോന്നുകയും ചെയ്യും. ദാറ്റ്സ് വൈ ഐ ആം റിപ്പീറ്റിംഗ് ദിസ് വീഡിയോ ഈസ് ഫോർ റിവിഷൻ പർപ്പസ്, റിവിഷന് വേണ്ടിയുള്ളതാണ്. സോ ഇതുവരെ കമ്പനീസ് ആക്ട് പഠിക്കാത്തവരാരും ഈ വീഡിയോ കാണാൻ വേണ്ടി ഇരിക്കേണ്ട, അതിനുള്ള പ്രയോജനം കിട്ടാനും ചാൻസ് ഇല്ല. സോ ഈ 4 രീതി നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഈ 4 വീഡിയോസ് ആയിട്ടായിരിക്കും വരിക. എൻ്റെ റെഗുലർ സ്റ്റുഡൻസിന് ചിലപ്പം സിംഗിൾ വീഡിയോ ആയിട്ടായിരിക്കും വരിക. യൂട്യൂബിൽ എനിവേ ഇത് 4 വീഡിയോ ആയിട്ടായിരിക്കും കിടക്കുക. സോ കാണുന്നവർ ഈ ഓർഡറിൽ തന്നെ 4 വീഡിയോസും കാണാൻ വേണ്ടി ശ്രമിക്കുക. സോ വി ക്യാൻ മൂവ് ടു കമ്പനീസ് ഫീച്ചേഴ്സ്. കമ്പനിയുടെ ഫീച്ചേഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കുന്ന കമ്പനീസ് ആക്ട് 2013 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 2013 മുമ്പ് കമ്പനി റെഗുലേഷൻസ് ഒന്നും ഇല്ലായിരുന്നെന്നാണോ, അതോ ഇതിന് മുമ്പ് കമ്പനി ഇല്ലായിരുന്നെന്നാണോ? അല്ല, 1956 ഒരു കമ്പനീസ് ആക്ട് ഉണ്ടായിരുന്നു. ആ ആക്ടിനെ മാറ്റി പുതിയ ആക്ട് വന്നതാണ് 2013 ആക്ട്. അതിനർത്ഥം 1956 മുമ്പ് കമ്പനീസ് ആക്ട് ഒന്നും ഇല്ലായിരുന്നെന്നാണോ? കമ്പനി എന്നാ തുടങ്ങിയത്? ഈ ഫോം തുടങ്ങിയത് റീസെൻ്റ്ലി ആണോ? നിങ്ങൾക്ക് പരിചയമുള്ള ഏറ്റവും പഴയ കമ്പനി ഏതാണെന്ന് ഓർത്ത് നോക്കിയേ. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പം അവർ നമ്മളെ റൂൾ ചെയ്തത് ഒരു കമ്പനി ഫോമിലാണ് അല്ലേ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. സോ അന്ന് തൊട്ടുള്ളതാണ് കമ്പനി, അന്ന് തൊട്ടുണ്ട് കമ്പനീസ് ആക്ടും കാര്യങ്ങളും. നമ്മൾക്ക് ഇൻഡിപെൻഡൻസിന് ശേഷം ഒക്കെ ഫോം ചെയ്തത്. നമ്മളുടെ കമ്പനീസ് ആക്ടിൻ്റെ ആ ഒരു റെഗുലേഷൻസ് ഒക്കെ അതിന് മുമ്പൊക്കെ കമ്പനീസ് ആക്ട് ഉണ്ട്. നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത് പഴയ ബ്രിട്ടീഷുകാരുടെ കമ്പനീസ് ആക്ടിൻ്റെയൊക്കെ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അതൊക്കെ തന്നെയാണ് ബേസിക്, ഇപ്പോഴും അവിടെയൊക്കെ തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. സോ കമ്പനീസ് ആക്ട് എന്താണെന്നറിയാം, 2013 ആണ്. ഈ ഇയർ ഒന്നും മറന്നു പോകരുത്. ഇത് എത്ര സെക്ഷൻസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്? 470 സെക്ഷൻസ് ഉണ്ട്. എത്ര ഷെഡ്യൂൾസ് ഉണ്ട്? 7 ഷെഡ്യൂൾസ് ഉണ്ട്. എന്താണ് ഷെഡ്യൂൾസ് എന്ന് നിങ്ങൾക്ക് സംശയം വരും. ഷെഡ്യൂൾസ് ഇങ്ങനെ ഓർത്താൽ മതി, ഓരോ സെക്ഷനും പറയുമ്പം അതിൻ്റെ റെഫറൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ടേബിൾ ഫോംസിലുള്ള കുറച്ച് കാര്യങ്ങൾ, കുറേ ലിസ്റ്റ് ഓഫ് കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നതെന്ന് വെച്ചോ. അതിന് കുറച്ച് ലിസ്റ്റ്, അതിനെയാണ് ഷെഡ്യൂൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ ചില ഫോർമാറ്റ്സ് ആകാം. നിങ്ങൾക്ക് ഏറ്റവും പരിചയത്തിൽ പറയാൻ പറ്റുന്ന ഷെഡ്യൂൾ 3 ആണ്. ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടും ഏത് രീതിയിൽ ഉണ്ടാക്കണം, എന്താണ് അതിൻ്റെ ഫോർമാറ്റ്, ആ കോളം ടാബുലർ ഫോംസ് ഒക്കെ, അത് ഷെഡ്യൂൾ 3 കിടക്കുന്നത്. പിന്നെ ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, ഇതൊക്കെ പറയുന്ന ഓരോ ഷെഡ്യൂൾസ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഇപ്പോൾ ഇത്രയും കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഇനി കമ്പനീസ് ആക്ട് ആർക്കാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? കമ്പനീസിന്. എന്താ എത്ര ചോദിക്കാനുള്ളത് അല്ലേ? ശരിയാണ്, കമ്പനീസിന്. 2000 നമ്മുടെ ഇപ്പോഴത്തെ ആക്ട്, അണ്ടർ ദിസ് ആക്ട് ഓർ പ്രീവിയസ് കമ്പനി ലോ, 1956 അതിന് മുമ്പുള്ള ആക്ടോ ഇപ്പോഴത്തെ 2013 കമ്പനീസ് ആക്ടിലോ ഫോം ചെയ്തിരിക്കുന്ന എന്ന് പറഞ്ഞാൽ എന്താ, ആക്ടിൽ എങ്ങനെയാണ് കമ്പനി ഫോം ചെയ്യുന്നത് എനിക്ക് സംശയം തോന്നുന്നു? ഇല്ല കേട്ടോ. എന്താ സംഭവം? 2013 എന്താണോ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ പറഞ്ഞിരിക്കുന്നത്, ഈ ആക്ട് എന്താണോ ആ പ്രൊസീജിയർ അനുസരിച്ച് ഫോം ചെയ്ത കമ്പനി നമ്മൾ വിളിക്കും കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് എന്ന്, അല്ലെങ്കിൽ പ്രീവിയസ് 1956 ആക്ട്. ഈ കമ്പനികൾക്ക് ഒബിയസ്ലി ഇത് ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ഇതുപോലത്തെ കമ്പനിക്ക് മാത്രമല്ല, എന്താ, ഇൻഷുറൻസ് കമ്പനിക്കും കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്, ബാങ്കിങ് കമ്പനിക്കും കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്, കമ്പനി എൻഗേജ്ഡ് ഇൻ ദ ജനറേഷൻ ആൻഡ് സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റിക്കും കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. ഇവർക്കൊക്കെ IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് ആക്ടും, പിന്നെ ഇൻഷുറൻസ് ആക്ടും, പിന്നെ ബാങ്കിങ് കമ്പനി ആണെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, ഇങ്ങനെ സ്പെസിഫിക് ആക്ട് ഉണ്ട്. കമ്പനീസ് ആക്ടും ആപ്ലിക്കബിൾ ആണ്, ആ സ്പെസിഫിക് ആക്ടും ആപ്ലിക്കബിൾ ആണ്. സോ കമ്പനീസ് ആക്ട് ജനറൽ ആയിട്ട് ആപ്ലിക്കബിലിറ്റി വരും. എല്ലാ കമ്പനീസിനും എന്നതുപോലെ ഇൻഷുറൻസ് കമ്പനിക്കും ബാങ്കിങ് കമ്പനിക്കും എല്ലാം കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ഈ ഇൻഷുറൻസ് ആക്ടും ബാങ്കിങ് റെഗുലേഷൻ ആക്ടും ഒക്കെയോ സ്പെസിഫിക്കലി ഇവർക്ക് ആപ്ലിക്കബിൾ ആണ്. സോ അത് സ്പെസിഫിക് ആക്ടും കമ്പനീസ് ആക്ട് ജനറൽ ആക്ടുമായിട്ട് ഇരിക്കും. രണ്ടിലും ഒരേപോലത്തെ കാര്യങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷേ രണ്ടിലും രണ്ട് രീതിയിൽ പറയുന്ന കാര്യങ്ങളും ഉണ്ടാവും. സോ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇൻഷുറൻസ് ആക്ടിൽ ഒരു കാര്യം പറയുന്നു, അതിന് വിപരീതമായിട്ട് കമ്പനീസ് ആക്ടിൽ അതേ കാര്യം പറയുന്നു. സോ ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു സംശയം കാണും, കമ്പനീസ് ആക്ടും ഫോളോ ചെയ്യണം, ഇൻഷുറൻസ് ആക്ടും ഫോളോ ചെയ്യണം. ഇത് രണ്ടും രണ്ട് രീതിയിലാണ് പറയുന്നത്. എന്ത് ഫോളോ ചെയ്യണം? സ്പെസിഫിക് ആക്ട് ഫോളോ ചെയ്യണം, ഇൻഷുറൻസ് ആക്ട് ഫോളോ ചെയ്യണം.
മനസ്സിലായോ? അങ്ങനെ. സോ ഇതുപോലെ തന്നെ ബാങ്കിങ് കമ്പനിക്കും ഇലക്ട്രിസിറ്റി കമ്പനീസിനും ആപ്ലിക്കബിൾ ആണ്. അതുപോലെ ഇപ്പം നമ്മൾ മേളിലൊക്കെ പറഞ്ഞില്ലേ, ഇതുപോലെ ഏതെങ്കിലും സ്പെഷ്യൽ ആക്ട് പ്രകാരം ഫോം ചെയ്യുന്ന കമ്പനീസിനെല്ലാം കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. ദെൻ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്ന ചില ബോഡി കോർപ്പറേറ്റ്സിനും കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. ബോഡി കോർപ്പറേറ്റ് എന്തൊക്കെയാണെന്നൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് റെഗുലർ വീഡിയോസിൽ. അതെല്ലാം ഡിസ്കസ് ചെയ്യാനിരുന്ന നമ്മുടെ സമ്മറി വീഡിയോ ഉദ്ദേശ സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല. സോ കമ്പനിയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ആദ്യം നോക്കാം. എന്താ? കമ്പനി ഡിഫൈൻസ് ദ ടേം company as. Company means a company incorporated under this act or any previous law. Hi, beautiful definition. എന്താ? Company means a company. ഈ ആക്ടോ പ്രീവിയസ് ലോയിലോ ഫോം ചെയ്ത കമ്പനീനെയാണ് കമ്പനി എന്ന് വിളിക്കുന്നത്. ലൈക്ക് പെൻ ഈസ് എ പെൻ അല്ലേ? അതിനകത്ത് എന്താ ഡിഫൈൻ ചെയ്യാനുള്ളത്? പെൻ ഈസ് എ പെൻ. അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പെൻ ഡിഫൈൻ ചെയ്യാൻ തോന്നിച്ചു, നിങ്ങൾ എങ്ങനെ പറയും? പെൻ ഈസ് എ തിങ് വിച്ച് ഈസ് യൂസ് ടു റൈറ്റ്, വിച്ച് മേ കംസ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്, വിച്ച് ക്യാൻ ബി യൂസ് ഫോർ റൈറ്റിംഗ്, ഡ്രോയിങ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ പറയുമല്ലേ ഡെഫിനിഷൻ പറഞ്ഞാൽ. പക്ഷെ നിങ്ങൾ പറഞ്ഞത് എന്താ? പെന്നിൻ്റെ ഫീച്ചേഴ്സ് ആണല്ലേ? അല്ലേ? പെന്നിന് റൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു, ഡിഫറെൻറ്റ് കളേഴ്സിൽ വരാം. ഇതൊക്കെ എന്താ? ഫീച്ചേഴ്സ് ആണ്. ലൈക്ക് വൈസ് നമ്മളും കമ്പനിയുടെ ഡെഫിനിഷനിൽ കമ്പനി ഈസ് എ കമ്പനി എന്ന് പഠിച്ചാൽ മതി. പക്ഷേ കമ്പനിയുടെ ഫീച്ചേഴ്സിലൂടെയാണ് നമ്മൾ കമ്പനി എന്താണെന്ന് അറിയാൻ പോകുന്നത്. സോ ഒരു ഫീച്ചർ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ? കമ്പനിയുടെ ഫീച്ചേഴ്സിൽ നമ്മളിപ്പോൾ ഒരെണ്ണം പഠിച്ചു ഓൾറെഡി. എന്താ? ഷെയർഡ് ക്യാപിറ്റൽ ആണ് അല്ലേ? ഒരാൾ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ, പല ആൾക്കാർ ഷെയർ ചെയ്ത് കൊണ്ടുവരുന്ന ഷെയർഡ് ക്യാപിറ്റൽ ആണ്. വേറൊരെണ്ണം നമ്മൾ പഠിച്ചു. എന്തായിരുന്നു അത്? ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. എപ്പോഴും അല്ല കേട്ടോ, അൺലിമിറ്റഡ് കമ്പനീസും ഉണ്ട്. അവിടെ കംപ്ലീറ്റ്ലി ലയബിലിറ്റി ലിമിറ്റഡ് അല്ല. വഴിയെ നമുക്ക് പഠിക്കാം. ഇനി ഇതുപോലുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് താഴോട്ട് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എ ബി സി നിങ്ങൾ 3 പേര്, ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ആയിട്ടോ തുടങ്ങുന്നതിന് പകരം നിങ്ങൾ 3 പേരും കൂടെ ഒരു കമ്പനി തുടങ്ങിയെന്ന് വിചാരിക്കാം. സോ 3 പേര് ചേർന്ന് വേറെ ആരുടെയും കയ്യിൽ ഫണ്ടില്ല, നിങ്ങൾക്ക് 150 ലാഖിൻ്റെ റിക്വയർമെൻറ്റേ ഉള്ളൂ. കമ്പനി ഫോം തുടങ്ങത്തില്ലെന്ന് വല്ലതും ഉണ്ടോ? ഇല്ല. 2 ഓപ്ഷൻ ഉണ്ട്, പാർട്ട്ണർഷിപ്പും തുടങ്ങാം, കമ്പനിയും തുടങ്ങാം അല്ലേ? നിങ്ങൾ കമ്പനി ഫോം തുടങ്ങിയെന്ന് വിചാരിക്കാം. സോ എയും ബിയും സിയും 50 ലാക്സ് വീതം കൊണ്ടുവന്നു. സോ ഇവർ ഓരോരുത്തരുടെയും ക്യാപിറ്റൽ ഷെയർ എത്രയാണ്? 1/3 അല്ലേ? ടോട്ടൽ 150 ലാക്സിൻ്റെ 1/3 ഷെയർ ഇവർ ഓരോരുത്തരുമാണ്. സോ ഇതെന്താണ്? ഇവരുടെ ഷെയർഡ് ക്യാപിറ്റൽ ആണ്, അല്ലെങ്കിൽ ഇവരുടെ ക്യാപിറ്റലിനുള്ള ഷെയർ ആണ്. സോ എയും ബിയും സിയും 150 ലാക്സ് തുടങ്ങി. എ മുടക്കി ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി. സോ ലിമിറ്റഡ് എന്ന് മാത്രം കണ്ടാൽ ഓർത്തോണം, അതൊരു പബ്ലിക് കമ്പനിയാണ്. ഇവർ തുടങ്ങിയത് പ്രൈവറ്റ് കമ്പനി. സോ ഇതൊരു, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ 3 പേരെന്ന് പറയുന്നത്. പബ്ലിക് കമ്പനിക്ക് കൂടുതൽ മെമ്പേഴ്സും കാണും, 3 പേരായിരിക്കത്തില്ല. ഇവർ തന്നെ തുടങ്ങുമ്പോൾ മിക്കവാറും അത് പ്രൈവറ്റ് കമ്പനി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേരെന്താണ്? ABC പ്രൈവറ്റ് ലിമിറ്റഡ്. സോ നമുക്ക് ഇത് വേണ്ട, ഇത് തന്നെ എടുക്കാം. ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇവർ 3 പേരും കൂടെ ഒരു കമ്പനി തുടങ്ങി. ഇവിടെ ഇപ്പോൾ എത്ര പേരുണ്ടെന്നറിയാവോ നിങ്ങൾക്ക്? ഞാനത് വൃത്തികേടാക്കുന്നില്ല. ഓക്കെ, ഇവിടെ എയും ബിയും സിയും ഇവർ 3 പേര് ചേർന്നിട്ട് ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി. ഇപ്പം ഞാനൊരു സർക്കിൾ ഇട്ടാൽ ഇതിൽ എത്ര പേഴ്സൺസ് ഉണ്ടെന്നറിയാവോ? ഇവർ 4 പേരുണ്ട്. ഇതൊരു സിംഗിൾ പേഴ്സൺ ആണ്. കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആണ്. എയും ബിയും ചേർന്ന് ഒരു കമ്പനി തുടങ്ങിയാൽ മൂന്നാമതൊരാൾ അവിടെ ജനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് നാച്ചുറൽ ബർത്ത് അല്ല, ലീഗൽ ബർത്ത് ആണ്. ലീഗലി നമ്മളൊരു ആർട്ടിഫിഷ്യൽ പേഴ്സണെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഓർത്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻഫോസിസ് എന്ന് പറഞ്ഞൊരു കമ്പനി, അല്ലെങ്കിൽ ഒരു റിലയൻസിൻ്റെ ഒരു കമ്പനി എടുത്തു. റിലയൻസിലൊരു കമ്പനി എടുത്താൽ നിങ്ങൾ പിന്നീട് റിലയൻസിൻ്റെ പുറകിലുള്ള അംബാനിയുടെ പേരിലാണോ സംസാരിക്കുന്നത്, കമ്പനിയുടെ പേരിലാണോ സംസാരിക്കുന്നത്? എന്ന് വെച്ചാൽ റിലയൻസ് ആൾക്കാരെ റിക്രൂട്ട് ചെയ്തു, റിലയൻസ് ഷെയർ ഇഷ്യൂ ചെയ്തു, റിലയൻസ് ഡിവിഡൻഡ് കൊടുത്തു, റിലയൻസ് ഇന്നയാളെ പിരിച്ചുവിട്ടു. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെയോ ഓണേഴ്സിൻ്റെയോ പേരിലാണോ സംസാരിക്കുന്നത്, അതോ കമ്പനിയുടെ പേരിലാണോ സംസാരിക്കുന്നത്? കമ്പനിയുടെ പേരിലാണ് അല്ലേ? സോ വി കൺസിഡർഡ് കമ്പനി ആസ് എ സെപ്പറേറ്റ് പേഴ്സൺ. എയും ബിയും ചേർന്ന് ഒരു കമ്പനി തുടങ്ങിയാൽ മൂന്നാമതൊരാൾ അവിടെ ജനിക്കുകയാണ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഒരാൾ അവിടെ ജനിച്ചു. അതാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. എയും ബിയും തന്നെയാണോ ഈ കമ്പനി? അല്ല. എ വേറെ, ബി വേറെ, ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി വേറെ. സോ എപ്പോഴും ഓർത്തോണം, ഒരു കമ്പനി ലീഗലി നമ്മൾ ഫോം ചെയ്താൽ ഇറ്റ്സ് ലൈക്ക് എ ബർത്ത്. പക്ഷെ അത് നാച്ചുറൽ ബർത്ത് അല്ല, ലീഗലി വരുന്ന ഒരു ആർട്ടിഫിഷ്യൽ ബർത്ത് ആണ്. സോ കമ്പനി ഈസ് ഓൾവേസ് സെപ്പറേറ്റ് ലീഗൽ. എയും ബിയും വേറെ,
ABC Limited എന്ന് പറഞ്ഞ കമ്പനി വേറെ, അത് ഓർത്തോണം, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. സോ വെൻ ദ കമ്പനി ഈസ് രജിസ്റ്റേർഡ് ഇറ്റ് ഈസ് ക്ലോത്ത് വിത്ത് ലീഗൽ പേഴ്സണാലിറ്റി, ലീഗൽ ആയിട്ട് അതിനൊരു പേഴ്സണാലിറ്റി ഉണ്ടാവും. ഇറ്റ് കംസ് ടു ഹാവ് ഓൾമോസ്റ്റ് സെയിം റൈറ്റ്സ് ആൻഡ് പവേഴ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. വേറൊരു ഹ്യൂമൻ ബീയിങ് ആണത്, ഹ്യൂമൻ ബീയിങ്ങിൻ്റെ എല്ലാ റൈറ്റ്സും അവർക്ക് കാണും. എന്ന് വെച്ചാൽ എന്ത് റൈറ്റ്സാ? മാരി ചെയ്യാനുള്ള റൈറ്റ്സ് ഒന്നും അല്ല കേട്ടോ. എന്ത് റൈറ്റ്സാ? പ്രോപ്പർട്ടി വാങ്ങാം, പ്രോപ്പർട്ടി വിൽക്കാം, പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാം, റെൻ്റ് എടുക്കാം, ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്. ഈ പറയുന്ന സെപ്പറേറ്റ് ലീഗൽ പേഴ്സണും ഉണ്ട്. So its personality is distinct and separate from the personality of those who compose it. So ഇതുണ്ടാക്കിയ ആൾക്കാർ വേറെ, എയും ബിയും സിയും വേറെ, ABC ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി വേറെ, സെപ്പറേറ്റ് ആണ്. ഈവൻ മെമ്പർ ക്യാൻ കോൺട്രാക്ട് വിത്ത് കമ്പനി. എന്താ ഉദ്ദേശിക്കുന്നത്? തിങ്ക് എയുടെ പേരിലൊരു ബിൽഡിംഗ് ഉണ്ട്, എയുടെ പേരിലൊരു ബിൽഡിംഗ് ഉണ്ട്. സോ കമ്പനിയുടെ പർപ്പസിന്, കമ്പനിയുടെ ബിസിനസ്സിന് വേണ്ടി ഈ ബിൽഡിംഗ് യൂസ് ചെയ്യണം. സോ കമ്പനിക്ക് ചുമ്മാ അങ്ങ് കയറി യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എ വേറെ, കമ്പനി വേറെ. കമ്പനി ഒന്നെങ്കിൽ ഈ ബിൽഡിങ് റെൻറ്റിന് എടുത്ത് എയ്ക്ക് റെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ കമ്പനി എന്ത് ചെയ്യണം? ഈ ബിൽഡിങ് ബൈ ചെയ്തിട്ട് ഇതിൻ്റെ സ്വന്തമാക്കിയിട്ട് യൂസ് ചെയ്യണം. സോ എയുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി, എയും ഞാനും ഒന്ന് തന്നെയല്ലേ, അല്ലെങ്കിൽ എയും ഈ കമ്പനിയും ഒന്ന് തന്നെയല്ലേ. സോ എയുടെ ബിൽഡിങ് കമ്പനി യൂസ് ചെയ്യുന്നത് എന്താ ഇഷ്യൂ? ചുമ്മാ അങ്ങ് കയറി യൂസ് ചെയ്തില്ലേ? എയുടെ സാധനം എ തന്നെയല്ലേ ഇവിടെ യൂസ് ചെയ്യുന്നത്, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. എയുടെ ബിൽഡിംഗ് എ തന്നെയല്ല യൂസ് ചെയ്യുന്നത്, എ വേറെ, കമ്പനി വേറെ. എയുടെ ബിൽഡിംഗ് കമ്പനിക്ക് യൂസ് ചെയ്യണമെങ്കിൽ കമ്പനി ഒന്നെങ്കിൽ അത് റെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ബൈ ചെയ്യണം. ക്ലിയർ ആയോ? സോ മെമ്പേഴ്സിന് പോലും, സോ ഇപ്പം ഇവർ തമ്മിലൊരു കോൺട്രാക്ട്, ഒന്നെങ്കിൽ ഒരു റെൻ്റൽ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി സെല്ലിംഗ് കോൺട്രാക്ട് വേണം. അങ്ങനെ മാത്രമേ കമ്പനിക്ക് ആ ബിൽഡിംഗ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ ഈവൻ എ മെമ്പർ ക്യാൻ കോൺട്രാക്ട് വിത്ത് ദ കമ്പനി. സോ എന്ത് ചെയ്യണം? ABC എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടണം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആ ഒരു ബിൽഡിംഗ് അങ്ങോട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോർ ഇറ്റ്സ് ഡെപ്സ് ഓഫ് ദി കമ്പനി ഓൺലി ക്രെഡിറ്റർ ക്യാൻ സ്യൂ ഇറ്റ് ആൻഡ് നോട്ട് ഇറ്റ് മെമ്പർ. സോ ABC ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി പോയി ബാങ്കിൽ നിന്നൊരു 10 lakh rupees ലോൺ എടുത്തു. സോ 10 lakh rupees ലോൺ കമ്പനി റീപേ ചെയ്യുന്നില്ലെങ്കിൽ ബാങ്കിന് സ്യൂ ചെയ്യുക, മീൻസ് കേസ് കൊടുക്കുക. ബാങ്കിന് ആരെയും സ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ? ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എക്കെതിരെ കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കമ്പനിക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ കമ്പനിക്ക് അത് തിരിച്ചു കൊടുക്കാനുള്ള കഴിവില്ലെങ്കിലോ കമ്പനി പൂട്ടിപ്പോവും. കമ്പനി പൂട്ടിപ്പോകുമ്പോഴോ എയ്ക്ക് എത്ര വരെ ലയബിലിറ്റി വരത്തുള്ളൂ? എയുടെ ലയബിലിറ്റി ഇവിടെ ലിമിറ്റഡ് ആണ്. എയ്ക്ക് മാക്സിമം 50 lakhs വരെ നഷ്ടം വരത്തുള്ളൂ അല്ലേ? ബിക്കോസ് എയുടെ ക്യാപിറ്റൽ ഷെയർ 50 lakh വരെ ഉള്ളൂ. അതിൽ കൂടുതൽ കൊണ്ടുവരാൻ പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കമ്പനിയുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് കൊണ്ടുവരാൻ ബാങ്കിന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അവിടെ ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ക്ലിയർ ആണല്ലോ? അതാണ് ഫസ്റ്റ് ഫീച്ചർ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അഥവാ സെക്കൻഡ് ഫീച്ചർ എന്ന് പറയാം അല്ലേ? ഷെയർഡ് ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. സെക്കൻഡ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, മെമ്പേഴ്സ് അല്ലെങ്കിൽ തുടങ്ങിയ ആൾക്കാർ വേറെ, കമ്പനി വേറെ. നെക്സ്റ്റ് കം പെർപെക്ച്വൽ സക്സഷൻ എന്ന് വെച്ചാൽ, പെർപെക്ച്വൽ മീൻസ് കണ്ടിന്യൂസ്, പെർപെക്ച്വൽ മീൻസ് കണ്ടിന്യൂസ്, സക്സഷൻ മീൻസ് എക്സിസ്റ്റൻസ്. Continuous existence. Company will continue forever and ever and ever and ever. Think എയും ബിയും സിയും കൂടെ ചേർന്നിട്ട് ഒരു കമ്പനി തുടങ്ങി, ABC പ്രൈവറ്റ് ലിമിറ്റഡ്. ഒരു മാസം കഴിഞ്ഞപ്പോൾ എ തട്ടിപ്പോയി. കമ്പനി പൂട്ടിപ്പോവോ? ഇല്ല. കമ്പനി വിൽ കണ്ടിന്യൂ. ബിയും തട്ടിപ്പോയി. കമ്പനി പൂട്ടിപ്പോവോ? ഇല്ല. കമ്പനി വിൽ കണ്ടിന്യൂ. സിയും തട്ടിപ്പോയി. കമ്പനി പൂട്ടിപ്പോവോ? ഇല്ല. കമ്പനി വിൽ കണ്ടിന്യൂ. ആര് നടത്തും? ഇവരുടെ ഷെയറില്ലേ 50 lakh, ഓട്ടോമാറ്റിക്കലി ഇവരുടെ എന്നാ വീടും പറമ്പും എല്ലാം ട്രാൻസ്ഫർ ആവുന്ന പോലെ ഈ ഷെയറും ഒരു അസറ്റാണ്. ഇത് ആർക്ക് ട്രാൻസ്ഫർ ആകും? ഇവരുടെ ലീഗൽ ഹെയർസ് ആരാണോ അവർക്ക് ട്രാൻസ്ഫർ ആകും അല്ലേ? മക്കളാവാം, ആരാ വേണമെങ്കിലും ആകാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഷെയർ ആർക്ക് ട്രാൻസ്ഫർ ആകും? ഈ 50 lakhന്റെ ഷെയറും ലീഗൽ ഹെയറിനും ട്രാൻസ്ഫർ ആകും. അങ്ങനെ ട്രാൻസ്ഫർ ആകുമ്പോൾ ഇവരാരായിട്ട് മാറും? ഓണറായിട്ട് മാറും. സോ ഇതിൻ്റെ എല്ലാം ഓണറായിട്ട് ഇവരുടെ എല്ലാം ലീഗൽ ഹെയർസ് വരും. അങ്ങനെ ഇവർ 3 പേരും കൂടെ ചേർന്നിട്ട് ബിസിനസ് നടത്തും. അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവർക്ക് ഈ ഷെയർ വേറെ ആർക്കെങ്കിലും വിൽക്കാം. ആ വാങ്ങിക്കുന്ന ആൾക്കാരായിട്ടായിരിക്കും അവർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് മാറും. സോ എല്ലാ ഷെയർ ഹോൾഡേഴ്സും മരിച്ചെന്ന് പറഞ്ഞാലും കമ്പനി മരിക്കുമോ? ഇല്ല. കമ്പനി എങ്ങനെ മാത്രമേ മരിക്കത്തുള്ളൂ? ടിൽ ഇറ്റ്സ് വൂണ്ട് അപ്പ്. ലീഗലി നമ്മളൊരു കമ്പനീനെ വൈൻഡ് അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ വൂണ്ട് അപ്പ് ചെയ്യണം. ലീഗൽ വൈൻഡിങ് അപ്പിലൂടെ മാത്രമേ ഒരു കമ്പനി അവസാനിക്കത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, ഹിമാലയ പോലുള്ള ബ്രാൻഡൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഓൾമോസ്റ്റ് ഇപ്പം 100 വർഷം ഏതാണ്ട് ആവാറായി അല്ലേ അവരുടെ ഒരു കമ്പനി തുടങ്ങിയിട്ട്. സോ ഓർത്ത് നോക്കിയേ, 100 വർഷമൊക്കെ ഒരു മനുഷ്യൻ ജീവിക്കാൻ ചാൻസ് ഉണ്ടോ? കുറവാണ്. പക്ഷെ 10, 200, 300 വർഷമായ കമ്പനി വരെ കാണും അല്ലേ? ബിക്കോസ് കമ്പനി നെവർ ഡൈസ്, ഇറ്റ് വിൽ കണ്ടിന്യൂ ഫോർ എവർ ആൻഡ് എവർ ആൻഡ് എവർ. ലീഗലി വൈൻഡപ്പ് ചെയ്താൽ മാത്രമേ അത് ആവത്തുള്ളൂ. എന്താ ഈ ലീഗലി വൈൻഡപ്പ് എന്ന് പറയുന്നത്? കുറേ ആൾക്കാർ ചേർന്ന് കമ്പനി തുടങ്ങി അവർക്ക് നിർത്തണം എന്ന് തോന്നുകയാണ് എങ്കിൽ അവരാദ്യം അവരുടെ അസറ്റ്സ് എല്ലാം കൂടെ വിൽക്കണം. കൊടുക്കാനുള്ള കടങ്ങൾ, ബാങ്കിൻ്റെ ലോണ്,
ഗവൺമെന്റിന് കൊടുക്കാനുള്ള ടാക്സ് പേയ്മെന്റ് പെൻഡിങ് ഉള്ളതെല്ലാം കൊടുക്കണം. അങ്ങനെ അസറ്റ് സൈഡ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും എല്ലാം തീർത്ത് മിച്ചമുള്ളത് മെമ്പേഴ്സിന് കൊടുക്കാം അല്ലേ, ഇല്ലെങ്കിൽ മെമ്പേഴ്സ് സഹിച്ചോണം. ആ രീതിയിൽ കമ്പനി ആ ഒരു ഓർഡറിലെല്ലാം ചെയ്ത് തീർത്ത് വൈൻഡപ്പ് ചെയ്യണം. അതിനാണ് വൈൻഡപ്പ് എന്ന് പറയുന്നത്. സോ പെർപെച്വൽ സക്സഷൻ, കമ്പനി വിൽ കണ്ടിന്യൂ ഫോർ എവർ, കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. തേർഡ് ഫീച്ചർ. ദെൻ പറഞ്ഞു ലിമിറ്റഡ് ലയബിലിറ്റി. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. എന്താ, കമ്പനി ആയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും സിക്കും കമ്പനിക്ക് എന്ത് വലിയ നഷ്ടം വന്നാലും എക്കും ബിക്കും സിക്കും മാക്സിമം എത്രയേ വരത്തുള്ളൂ, അവരുടെ ഷെയർ എത്രയാണ്, 50 lakh. ഇത്രയാണ് അവരുടെ മാക്സിമം നഷ്ടം അല്ലേ. അതിൽ കൂടുതൽ അവർക്ക് നഷ്ടം വരുമോ ഇല്ല, അവരുടെ വീട്ടിൽ നിന്ന് സാധനം വിറ്റുകൊണ്ട് കൊടുക്കേണ്ടി വരുമോ, നോർമൽ കേസിൽ വരത്തില്ല. പക്ഷേ ഒരു അൺലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനി ഫോം ഉണ്ട്. സോ ഈ ലയബിലിറ്റിയുടെ ബേസിസിൽ കമ്പനിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 3 ഷെയറേ ഉള്ളല്ലേ കമ്പനിക്ക്, 50 lakhsന്റെ 3 ഷെയർ, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ ആണത്. ഇതിന് പകരം വേണമെങ്കിൽ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആകാം. മീൻസ് ഒരു കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ABC ലിമിറ്റഡ് ഒരു പ്രൈവറ്റ് കമ്പനിയാണെന്ന് വിചാരിക്കുക. ഇത് പബ്ലിക്കിന് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട്, അങ്ങനെയാണെങ്കിൽ 100 രൂപയുടെ വീതം ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. എത്ര ഷെയർ വേണമെങ്കിലും ആയിക്കോട്ടെ. സോ ഒരാൾ 50 രൂപ അടച്ചു ഷെയർ വാങ്ങിച്ചു, ബാക്കി 50 രൂപയ്ക്കുള്ള ലയബിലിറ്റി അയാൾക്കുള്ളൂ അല്ലേ. സോ 50 രൂപ അടച്ചാൽ ബാക്കി 50 രൂപയും കൂടെ അടയ്ക്കാനുള്ള ലയബിലിറ്റി അയാൾക്കുള്ളൂ. സോ ലയബിലിറ്റി എപ്പോഴും എത്രയായിരിക്കും, അൺപെയ്ഡ് വാല്യൂ ഓഫ് ഷെയർസ് അല്ലേ. സോ നമ്മൾ ഷെയർ ക്യാപിറ്റലിൽ ഓരോ ഷെയറിൻ്റെയും ഫേസ് വാല്യൂ എന്ന് പറയും. ഇപ്പം 100 രൂപയുടെ ഷെയർ ആണ് 1 കോടി നമ്പർ ഓഫ് ഷെയർസ്, 100 രൂപ വെച്ച് ഓരോന്ന്. ഇതാണ് പബ്ലിക്കിന് കൊടുത്തിരിക്കുക. അപ്പോൾ 100 കോടിയാണ് മൊത്തം ക്യാപിറ്റൽ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 100 രൂപയും മൊത്തം കമ്പനി വാങ്ങിക്കത്തില്ല. 100 രൂപയിൽ 80 രൂപ കമ്പനി ഓൾറെഡി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കി 20 രൂപ അവർ അൺപെയ്ഡ് ആണ് അല്ലേ. ഇതിനെ എന്ത് വിളിക്കും, അൺപെയ്ഡ്. ഇനി അടയ്ക്കാനുണ്ട്. കമ്പനി എപ്പോൾ ആവശ്യപ്പെട്ടാലും ആ ഷെയർ ഹോൾഡേഴ്സ് ഇത് അടയ്ക്കും. സോ അവർക്ക് ഈ ഓരോ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റിന് എത്രയുണ്ട്, ഈ അടയ്ക്കാനുള്ള 20 രൂപയാണ് അവരുടെ ലയബിലിറ്റി. അതിൽ കൂടുതൽ ഇവർക്ക് അടയ്ക്കേണ്ടി വരുമോ ഇല്ല. കമ്പനി വൈൻഡപ്പ് ആവുന്ന സമയത്ത് കമ്പനിക്ക് ക്യാഷ് ഇല്ലെങ്കിൽ മാക്സിമം 20 രൂപ വരെ ഇവരോട് വാങ്ങിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. കമ്പനി വൈൻഡപ്പ് ആവുന്ന സമയത്ത് 20 രൂപ ചോദിച്ചാൽ പൊട്ടാൻ പോകുന്ന കമ്പനിയല്ലേ, 20 രൂപ ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ, പറ്റത്തില്ല. നിങ്ങൾ ഷെയർ വാങ്ങിച്ചതാണ്, നിങ്ങളുടെ ലയബിലിറ്റി ആണ്, നിങ്ങളത് കൊടുക്കണം കേട്ടോ. കൊടുക്കണം, നിർബന്ധമാണ്. വാങ്ങിച്ചെടുക്കാനുള്ള റൈറ്റ് കമ്പനിക്കുണ്ട്, അത് ഓർത്തോണം. സോ അൺപെയ്ഡ് വാല്യൂ, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെങ്കിൽ എത്രയുണ്ടോ അൺപെയ്ഡ് വാല്യൂ അത്രയായിരിക്കും ലയബിലിറ്റി. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ ഇതുപോലെ ഷെയറും കാര്യവും ഒന്നും കാണത്തില്ല. പക്ഷേ ഓരോ ആൾക്കാരും മെമ്പർ ആവുന്ന സമയത്ത് എന്ത് സമ്മതിച്ചിട്ടുണ്ടായിരിക്കും, കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഇത്ര രൂപ ഞാൻ തന്നേക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ട് കാണും. സോ വൈൻഡപ്പിൻ്റെ സമയത്ത് 10,000 രൂപയെങ്കിൽ 10,000 രൂപ അത് കൊടുക്കാനാണ് മെമ്പറിൻ്റെ ഗ്യാരണ്ടി എങ്കിൽ അത് മാത്രം കൊടുത്താൽ മതി. അൺലിമിറ്റഡ് കമ്പനി ആണെങ്കിലോ ഈ പറഞ്ഞതൊന്നും ആപ്ലിക്കബിൾ അല്ല. സ്വന്തം വീട്ടിൽ നിന്ന് സാധനങ്ങൾ വിറ്റിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അൺലിമിറ്റഡ് കമ്പനി ഏത് ഫോം വേണമെന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ തന്നെ തീരുമാനിക്കുന്നതാണ് കേട്ടോ. ദെൻ അടുത്ത ഫീച്ചർ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ് അല്ലേ, ഒരു നാച്ചുറൽ ബർത്ത് അല്ല, ഒരു ലീഗൽ ബർത്ത് ആണ്. അതുകൊണ്ട് തന്നെ കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. ദാറ്റ് മീൻസ് നോട്ട് എ നാച്ചുറൽ പേഴ്സൺ. നാച്ചുറൽ ബർത്തിലുണ്ടായ ഒരു പേഴ്സൺ ആണോ അല്ല, നാച്ചുറൽ പേഴ്സൺ അല്ല. ഫിക്റ്റീഷ്യസ് പേഴ്സൺ ആണോ, ഫിക്റ്റീഷ്യസ് എന്താ, ഇല്ലാത്തതാണ് അല്ലേ. ലൈക്ക് ഒരു ഞാനിപ്പം ഇല്ലാത്തൊരു പെൻ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞാൽ അത് ഫിക്റ്റീഷ്യസ്. പക്ഷേ ഒരു പെന്നിന് പകരം ഞാനൊരു സ്ട്രോ എടുത്തിട്ട് അത് പെന്നാണെന്ന് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞാലോ ആർട്ടിഫിഷ്യൽ ആണല്ലേ. സോ അതിനേക്കാളും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു റോസ് ഫ്ലവർ, ഇല്ലാത്തൊരു റോസ് ഫ്ലവർ കാണിച്ചിട്ട് ഇമാജിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞാൽ അത് ഫിക്റ്റീഷ്യസ് ആണ് ആ റോസ്. പക്ഷേ ഞാൻ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു റോസ് കാണിച്ചു, അത് ആർട്ടിഫിഷ്യൽ റോസ് അല്ലേ. സോ കമ്പനി ഫിക്റ്റീഷ്യസ് ആണോ ആർട്ടിഫിഷ്യൽ ആണോ, ആർട്ടിഫിഷ്യൽ ആണ്, ഇല്ലാത്തതല്ല. പക്ഷെ നാച്ചുറൽ ആണോ അല്ല. സോ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റഡ് ആയ ഒരു സാധനം, പേപ്പർ വർക്സിലൂടെ ക്രിയേറ്റഡ് ആയ ഒരു പേഴ്സൺ, അതാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. സോ ഇറ്റ് ഈസ് എ ലീഗൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, അതിന് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഓൺ ചെയ്യാം, ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം, ലോൺസ് എടുക്കാം, ലയബിലിറ്റീസ് വെക്കാം, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം, എന്തും ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, ഞാൻ നേരത്തെ പറഞ്ഞു, മാരേജ് ചെയ്യാൻ പറ്റുമോ, പറ്റത്തില്ല. അതുപോലെ ഓത്ത്, സത്യവാങ്മൂലം കൊടുക്കാൻ പറ്റത്തില്ല, കമ്പനീനെ പിടിച്ച് ജയിലിലിടാൻ വേണ്ടി പറ്റത്തില്ല. ആരെ ജയിലിടാൻ പറ്റുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ജയിലിടാൻ വേണ്ടി പറ്റത്തുള്ളൂ. ദെൻ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഒരു ഫേസ് ഉണ്ടോ, ഇല്ലല്ലേ. അപ്പോൾ എപ്പോഴും എന്ത് വേണം, ഏജൻസ് വേണം. ഏജൻസ് വഴിയായിരിക്കും വർക്ക് ചെയ്യുക അല്ലേ. ഡയറക്റ്റ് കോൺട്രാക്ട് ചെയ്യാൻ പറ്റാത്തവർ ഏജൻസ് വഴിയായിരിക്കും കോൺട്രാക്ട് ചെയ്യുക. സോ ഈ ഏജൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അഥവാ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ എപ്പോഴും ഓർത്തോണം, ബോർഡ് ഓഫ് ഡയറക്ടർ എന്ന് പറയുന്നത് ഏജൻസ് ഓഫ് കമ്പനിയാണ്, അല്ലാതെ മെമ്പേഴ്സിൻ്റെ ഏജൻ്റ് ആണോ, ഏജൻസ് ഓഫ് മെമ്പർ ആണോ. മെമ്പേഴ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ,
എയും ബിയും സിയും കമ്പനിയുടെ മെമ്പേഴ്സ് ആണ്. സോ എയുടെയും ബിയുടെയും സിയുടെയും ഏജന്റ് ആണോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്? സോ എയും ബിയും സിയും തന്നെ ബോർഡ് ഓഫ് ഡയറക്ടർ ആണോ നിർബന്ധമൊന്നുമില്ലോ. എയും ബിയും സിയും 3 പേരാണ്, പക്ഷെ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അവർ തൽക്കാലം MNനെ ബോർഡ് ഓഫ് ഡയറക്ടറായിട്ട് വെച്ചിട്ടുണ്ട്. ഇമാജിൻ അങ്ങനെ ആകാമല്ലോ. സോ ഞാൻ ചോദിക്കുന്നത്, ഈ MN എന്ന് പറഞ്ഞ 2 ആൾക്കാർ ABC ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഏജന്റ് ആണോ എയുടെയും ബിയുടെയും സിയുടെയും ഏജന്റ് ആണോ? രണ്ടും ഒന്നാണോ? അല്ല, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനി വേറെ, മെമ്പേഴ്സ് വേറെ. സോ കമ്പനിയുടെ ഏജന്റ് ആണ്, മെമ്പേഴ്സിന്റെ ഏജന്റ് അല്ല, എപ്പോഴും ഓർത്തോണം. ദെൻ കോമൺ സീൽ, നത്തിങ് എൽസ് ബട്ട് സിഗ്നേച്ചർ. നിങ്ങൾ ഇങ്ങനെ ഒരു വട്ടത്തിൽ ഇങ്ങനെ വെച്ചിട്ട് കമ്പനിയുടെ പേരൊക്കെ ഇങ്ങനെയൊക്കെ എഴുതി എന്തെങ്കിലുമൊക്കെ എംപ്ലോയിക്ക് ആയിട്ട് കാണുന്ന ഒരു സീലില്ലേ, ഇങ്ങനെ കുത്തിവെക്കുന്ന സീല്, അതാണ് കോമൺ സീൽ. ഇത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. കമ്പനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ കോമൺ സീൽ എടുത്താൽ മതി, അല്ലെങ്കിൽ ഫോർ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് സൈൻ ചെയ്യാം. സൈൻ ചെയ്യുന്നതിന് പകരം കമ്പനി സീൽ ചെയ്യുന്നതാണ് കോമൺ സീൽ എന്ന് പറയുന്നത്. ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കമ്പനി. സോ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ നോക്കാതെ തന്നെ പറയാം. എൻ്റെ മുഖത്ത് നോക്കാം, എന്നെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയുക, ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ണടച്ചിരുന്ന് പറയുക. ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ച എന്താണ്? ക്യാപിറ്റൽ ഷെയർഡ് ആണ്. പിന്നെ പഠിച്ചു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, മെമ്പർ വേറെ, കമ്പനി വേറെ. പിന്നെന്താ പഠിച്ചത്? പെർപെക്ച്വൽ സക്സഷൻ, കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. പിന്നെന്താ? ലിമിറ്റഡ് ലയബിലിറ്റി. മെമ്പേഴ്സ് വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവരേണ്ടി വരുമോ? വരത്തില്ല. മാക്സിമം എത്രയാണ് അവർ ഷെയർ കൊണ്ടുവന്നിട്ടുള്ളത് അത്രേ അവർക്ക് ലോസ് ഉള്ളൂ. അൺപെയ്ഡ് വാല്യൂ എത്രയുണ്ടോ അത്രേ അവർക്ക് എന്ത് വരത്തുള്ളൂ? ലയബിലിറ്റി ഉള്ളൂ. അല്ലെങ്കിൽ ഗ്യാരണ്ടി ചെയ്ത് എത്ര രൂപ കൊണ്ടുവരാമെന്നാണോ ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്നത് അത്രമേ ഉള്ളൂ അവരുടെ ലയബിലിറ്റി. അൺലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ ലയബിലിറ്റിയും അൺലിമിറ്റഡ് ആണ്. പിന്നെ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. നാച്ചുറൽ അല്ല, ഫിക്റ്റീഷ്യസ് അല്ല, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. പ്രോപ്പർട്ടിക്ക് ഓൺ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ എന്തുണ്ട്? സൈൻ. എങ്ങനെയാണ് സൈൻ ചെയ്യുന്നത്? ത്രൂ കോമൺ സീൽ. ഓപ്ഷണൽ ആണോ മാൻഡേറ്ററി ആണോ? ഓപ്ഷണൽ ആണ്. സിമ്പിൾ ചീസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയുടെ കൂടെ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു കോർപ്പറേറ്റ് വെയിൽ തിയറിയാണ്. കോർപ്പറേറ്റ് വെയിൽ മീൻസ് തിങ്ക് ഇവിടെ എയും ബിയും സിയും കൂടെ ചേർന്നൊരു ബിസിനസ് തുടങ്ങി. അവർ എമ്മിനെയും എന്നിനെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് വെച്ചു, അല്ലേ? സോ നമ്മുടെ കമ്പനിയുടെ പേരെന്താണ്? ABC ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേരെന്ന് വിചാരിക്കുക. സോ ദർ ഇസ് എ വെയിൽ. പബ്ലിക്കിന് ഫുൾ അറിയാവുന്നത് എയുടെയും ബിയെയും സിയെയോ എമ്മിനെയോ എന്നിയോ ഒന്നും ആയിരിക്കത്തില്ല. പബ്ലിക്കിനോട് ഡീൽ ചെയ്യുന്ന മൊത്തം ആരാണ്? ഈ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് ഡീൽ ചെയ്യുന്നത്, അല്ലേ? സോ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് എപ്പോഴെങ്കിലും എനിക്ക് റിവീൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സ്വന്തമായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ സ്വന്തം പേരിൽ കോൺട്രാക്ട് എടുക്കാം, സ്വന്തം പേരിൽ രണ്ട് അഗ്രിമെന്റ് എടുക്കാം, ആൾക്കാരെ ഡീൽ ചെയ്യാം, റിക്രൂട്ട് ചെയ്യാം, എംപ്ലോയീസിനെ വെക്കാം, എല്ലാം ചെയ്യാനുള്ള കഴിവ് കമ്പനിക്ക് ഉണ്ട്, അല്ലേ? എപ്പോഴും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരെ നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കമ്പനി ക്യാൻ ഡു എവറിത്തിങ്. ഇവർക്ക് വെറും ഏജൻസ് മാത്രമാണ്. പ്രിൻസിപ്പൽ ആര് തന്നെയാണ്? എപ്പോഴും കമ്പനി തന്നെയാണ്. സോ കമ്പനി ഈസ് ഡൂയിങ് എവറിത്തിങ്. അതിൻ്റെ ആ ഒരു പേര് യൂസ് ചെയ്താണ് കമ്പനി എല്ലാം ചെയ്യുന്നത്. സോ ദർ ഇസ് എ വെയിൽ, ഒരു മൂഡ് പടം എന്ന് പറയും വെയിൽ. സോ ബിഹൈൻഡ് സ്ക്രീൻ വർക്ക് ചെയ്യുന്നവരെ ഒന്ന് കവറപ്പ് ചെയ്തിട്ടുണ്ട് ത്രൂ എ വെയിൽ. അതാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. കമ്പനി ലോൺ എടുത്താൽ അത് കമ്പനി ലോൺ എടുത്തതുപോലെയാണ്, അല്ലാതെ കമ്പനിയുടെ ഓണേഴ്സ് എയും ബിയും സിയും ലോൺ എടുത്ത പോലെയാണോ? അല്ല. ലോൺ എടുത്ത ആൾ വേറെ ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു വേറൊരു വ്യക്തിയാണ് ലോൺ എടുത്തിരിക്കുന്നത്, അല്ലേ? അതോ എയും ബിയും സിയും ആണോ ലോൺ എടുത്തിരിക്കുന്നത്? അല്ല. അതാണ് കോർപ്പറേറ്റ് വെയിൽ. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു കോർപ്പറേറ്റ് വെയിൽ. എമ്മും എന്നും കൂടെ ചേർന്ന് കമ്പനിക്ക് വേണ്ടി 50 lakhs ലോൺ എടുത്തു. എമ്മും എന്നും ലോൺ എടുത്തു എന്ന് പറയുമോ? കമ്പനി ലോൺ എടുത്തു എന്ന് പറയുമോ? കമ്പനി ലോൺ എടുത്തെന്ന് പറയും. എമ്മിനോടും എന്നിനോടും ലോൺ തിരിച്ചടയ്ക്കാൻ പറയുമോ? അതോ കമ്പനിയോട് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുമോ? കമ്പനിയോട് ലോൺ തിരിച്ചടയ്ക്കാൻ പറയും, അല്ലേ? ഫോർ എക്സാമ്പിൾ, എമ്മും എന്നും കൂടെ എന്തോ ഒന്ന് കമ്പനി ചെയ്യേണ്ട എന്തോ ഒരു ലീഗൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആനുവൽ റിട്ടേണൊക്കെ എല്ലാ വർഷവും കമ്പനി ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെ? നമുക്കറിയാം ടാക്സ് ഒക്കെ അടയ്ക്കാനായിട്ടുണ്ട്. എമ്മും എന്നും ഇത് ചെയ്തില്ല. എമ്മിനും എന്നിനും പണിഷ്മെന്റ് കിട്ടുമോ? കമ്പനിക്ക് കിട്ടുമോ? രണ്ടുപേർക്കും കിട്ടും. പക്ഷെ ചില കേസിലേക്ക് എപ്പോഴാണ് കമ്പനിക്കാണ് കിട്ടുന്നത്, അല്ലെ? MN ബിഹൈൻഡ് സ്ക്രീൻ ആണ്, കോർപ്പറേറ്റ് വെയിലിന് ബാക്കിലാണ്. ഫ്രണ്ടിൽ നിന്ന് പ്രവൃത്തികൾ ചെയ്യുന്നതും അതിന്റെ പരിണത ഫലം അനുഭവിക്കുന്നതും ആരാണ്? കമ്പനി തന്നെയാണ്. അതാണ് കോർപ്പറേറ്റ് വെയിൽ തിയറി എന്ന് പറയുന്നത്. സോ ദർ ഇസ് എ കോർപ്പറേറ്റ് വെയിൽ. ഷെയർ ഹോൾഡേഴ്സ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ദി ആക്ട് ഓഫ് കമ്പനി. കമ്പനി ചെയ്യുന്ന ആക്ട്സ് കമ്പനിയുടെ സ്വന്തം പേരിലുള്ള ആക്ട് ആണ്. എമ്മും എന്നും ചെയ്തതിനോ അല്ലെങ്കിൽ കമ്പനി ആസ് എ പേഴ്സൺ ചെയ്തതിനോ ഷെയർ വാങ്ങിച്ചിട്ടുള്ള പബ്ലിക് അവർ സഫർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവരെന്തെങ്കിലും ഫ്രോഡ് ചെയ്താൽ ഷെയർ ഹോൾഡേഴ്സിനെ പിടിച്ച് ജയിലിലിടുവോ? ഇല്ല. കമ്പനിനെ ആയിരിക്കും പിടിച്ച് ജയിലിലിടുക. ദർ ഇസ് എ കോർപ്പറേറ്റ് വെയിൽ. ഒരു വെയിലുണ്ട് ഇവർ തമ്മിൽ ഇൻ ബിറ്റ്വീൻ ഒരു ഇതുണ്ട്. ബട്ട് സംടൈംസ് വി നീഡ് ടു റേസ് ദിസ് കർട്ടൻ. ബിഹൈൻഡ് സ്ക്രീൻ വർക്ക് ചെയ്തവർ ആരാണെന്ന് നോക്കും. കമ്പനിയുടെ ഈ കമ്പനിക്കും മെമ്പേഴ്സും തമ്മിലുള്ള ഒരു വെയിൽ, ഇവിടെയും ഒരു വെയിലുണ്ട്, അല്ലേ? ആ വെയിലങ്ങ് ലിഫ്റ്റ് ചെയ്യും. ആരാണോ കൺട്രോളിങ് അതോറിറ്റി. സോ എയും ബിയും സിയും പറഞ്ഞിട്ടായിരിക്കും ഇവിടെ എമ്മും എന്നും കൂടെ ചേർന്നൊരു ഫ്രോഡ് ചെയ്യുന്നത് കമ്പനിയുടെ പേരിൽ. നോർമൽ കേസിൽ ഈ വെയിലുള്ളത് കൊണ്ട് ഇവരെ ഒരിക്കലും കോർട്ട്
നോക്കാറില്ല, ശിക്ഷിക്കാറില്ല. ബട്ട് ചില സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും, ഇവർ കാരണം അല്ലെങ്കിൽ ഇവർ ഇൻഡയറക്ട്ലി ഇവരെന്തൊക്കെയോ ഫ്രോഡ് ചെയ്തു, അല്ലെങ്കിൽ ഇവരെന്തൊക്കെയോ തെറ്റ് ചെയ്യുന്നു, കമ്പനി വഴി ഇവരെന്തൊക്കെയോ ചെയ്യുന്നു എന്ന് തോന്നിയാൽ കോർട്ട് എന്ത് പറയും, ഇനി ഈ വെയിലിൻ്റെ പ്രൊട്ടക്ഷൻ വേണ്ട, ഈ മൂടുപടം ഇനി വേണ്ട, ഈ മൂടുപടം പൊക്കിക്കോ, ഇവരെ പണിഷ് ചെയ്യാം, ABC എന്ത് ചെയ്യാൻ വേണ്ടി പണിഷ് ചെയ്യണം എന്ന് കോർട്ട് തീരുമാനിക്കും. സോ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ലീഗൽ കൺസെപ്റ്റ് വെയർ ബൈ കമ്പനി ഈസ് ഐഡന്റിഫൈഡ് സെപ്പറേറ്റ്ലി ഫ്രം ഇറ്റ് മെമ്പേഴ്സ്. മെമ്പേഴ്സിന്റെ പേരിലല്ല കമ്പനി അറിയപ്പെടുന്നത്, ആ കമ്പനി സ്വന്തമായിട്ടുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ആ ഒരു കൺസെപ്റ്റിനെയാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. സോ ഈ കൺസെപ്റ്റ് മാറ്റി ആരാണ് മെമ്പേഴ്സ് എന്ന് കോർട്ട് നോക്കുന്നു പണിഷ്മെന്റിന് വേണ്ടി. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. സോ ഈ പുറകിലിരിക്കുന്ന മെമ്പേഴ്സ് കമ്പനിയുടെ ബാക്കിലിരുന്നിട്ട് ഈ ഒരു കോർപ്പറേറ്റ് വെയിലിൻ്റെ മറവിലിരുന്ന് എന്തെങ്കിലും ഫ്രോഡോ ടാക്സ് ഇവേഷനോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ വെയിൽ വേണ്ട എന്ന് വെക്കും. കോർട്ട് വിൽ ലുക്ക് ആരാണ് മെമ്പേഴ്സ്, ആരാണ് ശരിക്കും പണിഷ് ചെയ്യപ്പെടേണ്ടതെന്ന് കോർട്ട് നോക്കും. അതിനെയാണ് നമ്മൾ ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ അഥവാ പിയേഴ്സിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ഇതിങ്ങനെ എല്ലാ സിറ്റുവേഷൻസിലും അങ്ങ് ചെയ്യത്തില്ല, ഇത്ര സിറ്റുവേഷൻസിലേ ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെ കേസിലാണ് കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ when court will examine who are behind the screen. ഈ കോർപ്പറേറ്റ് വെയിലിന് ബാക്കിലുള്ളവർ ആരൊക്കെയാണ്, പണിഷ് ചെയ്യപ്പെടേണ്ടവർ ആരൊക്കെയാണ് എന്ന് കോർട്ട് നോക്കുന്ന സിറ്റുവേഷൻസ്, അതൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എന്താണ്, ടു ഡിറ്റർമൈൻ ദ ക്യാരക്ടർ ഓഫ് കമ്പനി, ദാറ്റ് ഇസ് ടു ഫൈൻഡ് വെദർ ദ enemy or a friend. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇന്ത്യക്കാരാണ്, പാകിസ്ഥാനുമായിട്ട് വാർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പാകിസ്ഥാനിലെ ഓരോ സിറ്റിസനും നമുക്ക് ഇങ്ങനെയാണ് എനിമിയാണ്, ഏലിയൻ എനിമി എന്ന് വിളിക്കും അല്ലേ. സോ ഒരു വ്യക്തി ഏലിയൻ എനിമിയാണോ ഏലിയൻ ഫ്രണ്ട് ആണോ എന്ന് നമുക്കറിയാൻ പറ്റും. തിങ്ക് ഇന്ത്യയിൽ വന്നിട്ട് ഒരു പാകിസ്ഥാൻകാരൻ ഒരു കമ്പനി തുടങ്ങി, P Limited, പബ്ലിക് കമ്പനിയാണ്. സോ ഈ കമ്പനിയുടെ ഇതെന്താ, ഇന്ത്യൻ കമ്പനിയാണ് അല്ലേ, ഇന്ത്യൻ കമ്പനിയാണ്. സോ പ്രഥമ ദൃഷ്ടിയ നമ്മൾ നോക്കുമ്പം ഇന്ത്യൻ കമ്പനിയാണ്. ഈ കമ്പനി നമ്മുടെ എനിമി കമ്പനിയാണോ? അല്ല. ഇന്ത്യയിൽ തുടങ്ങിയ ഇന്ത്യൻ കമ്പനിയാണ്. എനിമി കമ്പനിയാണോ? അല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, കോർപ്പറേറ്റ് വെയിലങ്ങ് ലിഫ്റ്റ് ചെയ്യണം. സോ ഇന്ത്യൻ കമ്പനിയുടെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ആരാന്ന് നോക്കണം. ഇതാരാണ്, പാക്ക് ഒറിജിൻ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഈ കമ്പനി എന്താണ്, എനിമി കമ്പനിയായിട്ട് ഡിക്ലെയർ ചെയ്തതായിട്ട് വരും അല്ലേ. സോ കമ്പനി എനിമി കമ്പനിയാണോ ഫ്രണ്ട് ആണോ എന്ന് അറിയാൻ നമുക്കൊരു മാർഗ്ഗമുള്ളൂ, കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്ത് അത് തുടങ്ങിയവരാരാണ്, അല്ലെങ്കിൽ ആരാണ് ബിഹൈൻഡ് സ്ക്രീൻ വർക്ക് ചെയ്യുന്നത്, അവർ എനിമിയാണോ ഫ്രണ്ട് ആണോ എന്ന് നോക്കേണ്ടി വരും. സോ ഡിറ്റർമൈൻ വെദർ ദ കമ്പനി ഈസ് എ ഏലിയൻ എനിമി ഓർ ഏലിയൻ ഫ്രണ്ട്, ക്യാരക്ടർ ഡിറ്റർമൈൻ ചെയ്യാൻ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ കോർട്ട് ലിഫ്റ്റ് ചെയ്യും. രണ്ടാമത്തെ കേസ്, ടു പ്രൊട്ടക്ട് റവന്യൂ ഓർ ടാക്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു കേസ് ലോ ഉണ്ട്, കേസ് ലോ തന്നെയാണ് ഞാൻ പറയുന്നത്. ഡി എന്ന് പറയുന്ന ആൾ, ഇയാൾക്ക് ജസ്റ്റ് ഫിഗർസ് എല്ലാം ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്, ഒരു 10 lakh rupees ഇൻകം ഉണ്ട്. ഇതൊരു ഡിവിഡൻഡ് ഇൻകം, ഇയാൾ പല കമ്പനികളുടെ ഷെയർ വാങ്ങിച്ച് ഇയാൾക്ക് ഡിവിഡൻഡ് ഇൻകം കിട്ടുന്നതാണ്. സോ ഇയാൾ ഇതിന് കുറേയേറെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. സോ ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ 4 കമ്പനി തുടങ്ങി, A Limited, B Limited, C Limited, D Limited എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് 2.5 lakh, 2.5 lakh, 2.5 lakh എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഈ പല കമ്പനികളിലേക്ക് ഈ ഡിവിഡൻഡ് ഇൻകത്തിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പക്ഷേ ഇയാൾ ഷെയർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു, അപ്പം ഡിവിഡൻഡ് പിന്നെ കിട്ടുന്ന കമ്പനിക്കാണല്ലോ. അങ്ങനെ കമ്പനികളിലേക്ക് ഇൻകം സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ഈ കമ്പനികൾക്ക് ഇത് ടാക്സ് ലിമിറ്റ് അടയ്ക്കേണ്ടി വന്നില്ല. ടാക്സ് ലിമിറ്റിന് താഴെയാണ് 2.5 lakh എന്ന് പറയുമ്പോൾ ടാക്സ് അടയ്ക്കേണ്ട, പണ്ടത്തെ ലോ പ്രകാരമാണ് കേട്ടോ, ഇപ്പോഴല്ല. സോ കമ്പനിക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വന്നില്ല. എന്നിട്ട് ഇയാൾക്ക് ഈ പൈസ കിട്ടണമല്ലോ, ഇപ്പോൾ കമ്പനിയിലാണല്ലോ ക്യാഷ് എല്ലാം കിടക്കുന്നത്. ഇയാൾ എന്ത് ചെയ്തു, ഈ കമ്പനിയിൽ നിന്ന് ഇയാൾ ലോൺ എടുക്കുന്നതായിട്ട് എഴുതി കാണിച്ചു. സോ ഇയാൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ എന്താ, കുറേ കമ്പനികളിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ഒരു പാപ്പരായ മനുഷ്യനാണ് അല്ലേ. സത്യത്തിൽ ഇയാൾക്ക് ഇത്രയും ഇൻകം ഉണ്ട്, ഇയാൾ ടാക്സ് അടയ്ക്കേണ്ടതായിരുന്നു. ഇയാൾ എന്തിനാണ് ഈ കമ്പനി ഫോം ചെയ്തത്, ടാക്സ് വെട്ടിക്കാൻ വേണ്ടി. സോ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നു തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് എന്ത് പറയും, കോർപ്പറേറ്റ് വെയിലങ്ങ് ലിഫ്റ്റ് ചെയ്തോ, ഈ 4 കമ്പനിയും ഇയാളും വേറെയല്ല, ഒന്ന് തന്നെയാണ്. ഈ കമ്പനികളുടെ ഇൻകം ഇയാളുടെ ഇൻകം തന്നെയാണ്. സോ എന്താ, ടു ഇവേഡ് ഓർ സർക്കംവെന്റ് ടാക്സ്, ഇതിനൊക്കെ വേണ്ടിയാണെങ്കിൽ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്ത് ബിഹൈൻഡ് സ്ക്രീൻ വർക്ക് ചെയ്യുന്നവരാരാണെന്ന് കോർട്ട് നോക്കും. അടുത്തത്, ടു അവോയ്ഡ് ലീഗൽ ഒബ്ലിഗേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. വർക്ക്മെന്റിന് ബോണസ് കൊടുക്കണം. ദിറ്റ്സ് നെറ്റ് പ്രോഫിറ്റ് ഒരു ലിമിറ്റിന് മേളിൽ പോയി കഴിഞ്ഞാൽ, സേ 100 rupees എബോവ് പോയി കഴിഞ്ഞാൽ വർക്കേഴ്സിന് ബോണസ് കൂടുതൽ കൊടുക്കണം എന്നുണ്ട്. സോ എ എന്ന് പറയുന്ന കമ്പനി നെറ്റ് പ്രോഫിറ്റ് 90 എബോവ് ആയപ്പോൾ തന്നെ ഇവരെന്ത് ചെയ്തു, ഒരു 100% ഷെയർ വാങ്ങിച്ച് B Limited എന്ന് പറഞ്ഞൊരു സബ്സിഡറി കമ്പനി അങ്ങ് തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു, ബാക്കി വരുന്ന ഇൻകം ഇങ്ങോട്ട് റൂട്ട് ചെയ്തു. സോ ബാക്കി 20 എവിടെ വന്നു, ഈ കമ്പനിയിലായിട്ട് വന്നു. സോ ഇവർ 2 കമ്പനി എന്നുള്ള രീതിയിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഒരു കമ്പനി തന്നെയാണ്, പക്ഷെ ബുക്സിൽ 2 കമ്പനിയായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇതിനെ സബ്സിഡറി കമ്പനി ആയിട്ടിട്ടു. സോ
സത്യം പറഞ്ഞാൽ 110 ആയി ഇപ്പം ടോട്ടൽ ഇൻകം അല്ലേ. സോ ഈ കമ്പനിയുടെ വർക്കേഴ്സായിട്ട് നിൽക്കുന്നവർ നോക്കുമ്പോഴോ ഇവിടെ 90 ആയിട്ടുള്ളൂ, 100 എബോവ് പോയിട്ടില്ല, അവർക്ക് ബോണസ് കിട്ടത്തില്ല. പക്ഷേ സത്യത്തിൽ അവർക്ക് ബോണസ് കിട്ടേണ്ടതായിരുന്നോ? അതെ. സോ എന്താ വർക്കേഴ്സിന്റെ ബോണസ് കൊടുക്കാതിരിക്കാൻ വേണ്ടി അവരൊരു അതിബുദ്ധി കാണിച്ചു. ഇങ്ങനെയൊക്കെ വരുന്ന കേസിൽ ടു ലീഗൽ ഒബ്ലിഗേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സബ്സിഡറി കമ്പനിയൊക്കെ തുടങ്ങുന്നതെങ്കിൽ കോർട്ട് എന്ത് പറയും? ഈ കമ്പനിയും ഒന്ന് തന്നെയാണ്, ടോട്ടൽ ഇൻകം 110 ആയിട്ട് എടുത്ത് ബോണസ് കൊടുക്കാൻ പറയും. കോർപ്പറേറ്റ് വെയിലങ്ങ് ലിഫ്റ്റ് ചെയ്യും. പിന്നെ അടുത്ത കേസ്, ഫോർമേഷൻ ഓഫ് സബ്സിഡറി ടു ആക്ട് ആസ് ആൻ ഏജന്റ്. ഫോർ എക്സാമ്പിൾ, എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഈ കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡ് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് ഇവരൊരു ഇമ്പോർട്ട് ലൈസൻസ് ആവശ്യപ്പെട്ടിട്ട് കിട്ടിയില്ല സാധനങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഇവരെന്ത് ചെയ്തു? ബി ലിമിറ്റഡ് എന്ന് പറയുന്ന വേറൊരു സബ്സിഡറി കമ്പനി അങ്ങ് തുടങ്ങി. എന്നിട്ട് ബി ലിമിറ്റഡിനെ കൊണ്ട് ലൈസൻസ് അങ്ങ് അപ്ലൈ ചെയ്തു. സോ ബി ലിമിറ്റഡ് ഒരു ഫ്രഷ് കമ്പനി ആയതുകൊണ്ട് ലൈസൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ. അവരുടെ ട്രാക്ക് റെക്കോർഡ്സിലൊന്നും മോശമൊന്നുമില്ല. പക്ഷെ കോർട്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് എന്ത് പറയും? കോർപ്പറേറ്റ് വെയിലങ്ങ് ലിഫ്റ്റ് ചെയ്തു. ഈ കമ്പനിയുടെ ഓണർ ബിഹൈൻഡ് സ്ക്രീൻ വർക്ക് ചെയ്യുന്നവരാണ്, എ ലിമിറ്റഡ് ആണ്. സോ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. സോ ലൈസൻസ് കൊടുക്കുക വേണ്ട. ലൈക്ക് വൈസ് ദെൻ എന്താ, ഒരു ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി മാത്രം സബ്സിഡറി ഫോം ചെയ്താലും കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ആവും. ദെൻ കമ്പനി ഫോംഡ് ഫോർ ഫ്രോഡ് ഓർ ഇംപ്രോപ്പർ കണ്ടക്ട് ഓർ ഡിഫീറ്റ് ലോ. ഫ്രോഡിന് വേണ്ടി, ക്രെഡിറ്റേഴ്സിനെ പറ്റിക്കാൻ വേണ്ടി എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ക്രെഡിറ്റേഴ്സിന് കുറേ 100 lakhs rupees കൊടുക്കാനുണ്ട്. സോ ഇവരുടെ കയ്യിൽ പെട്ടെന്ന് ഒരു ഗ്രാൻഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി, ഗവൺമെന്റ് ഗ്രാൻഡ്. സോ ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റേഴ്സ് ഇവരോട് ക്യാഷ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. സോ ഇവിടെ 50 lakhs ഗ്രാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ആര് കൊണ്ടുപോകും? ക്രെഡിറ്റേഴ്സ് കൊണ്ടുപോകും. സോ അത് ഒഴിവാക്കാൻ വേണ്ടി ഇവർ എന്ത് ചെയ്തു? ഇവർ ബി ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി, ഗ്രാൻഡ് എങ്ങോട്ട് വാങ്ങിച്ചു? ഇങ്ങോട്ട് വാങ്ങിച്ചു. സോ ക്രെഡിറ്റേഴ്സിന്റെ മുന്നിൽ ഇപ്പോഴും എ ലിമിറ്റഡിന്റെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല. സോ എന്ത് ചെയ്തു? എന്തിനു വേണ്ടിയാ? ക്രെഡിറ്റേഴ്സിനെ പറ്റിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങിയത്. അപ്പോഴും എന്ത് പറയും? കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്തോ? എയും ബിയും ഒന്ന് തന്നെയാണ്, ബിയുടെ ഇൻകം എയുടെ ഇൻകം തന്നെയാണ്. സോ അങ്ങനെ എന്തിനു വേണ്ടിയാണ്? ഡിഫീറ്റ് ദ പർപ്പസ് ഓഫ് ലോ. ക്രെഡിറ്റേഴ്സിനെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയൊക്കെയാണെങ്കിൽ ടു ഡിഫ്രോഡ് ക്രെഡിറ്റേഴ്സ്, ഈ കേസിലും കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യപ്പെടും. ഒന്ന് ഓർത്ത് നോക്കിയാൽ ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ് കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എനിമിയാണോ ഫ്രണ്ടാണോ എന്ന് അറിയാൻ, ക്യാരക്ടർ ഓഫ് കമ്പനി തിരിച്ചറിയാൻ വേണ്ടി. പിന്നെ എന്തായിരുന്നു? ടു അവോയ്ഡ് പ്രൊട്ടക്ട് ഓർ ടാക്സ് ഓർ റവന്യൂ അല്ലെ, ടാക്സ് ഇവേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി, ടാക്സ് ഇവേഷന് വേണ്ടിയാണ് വേറെ കമ്പനി തുടങ്ങിയെങ്കിൽ ആ കമ്പനിയുടെ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യും. ദെൻ ബോണസ് ഒക്കെ കൊടുക്കാതിരിക്കാൻ വേണ്ടി, ലീഗൽ ഒബ്ലിഗേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണെങ്കിലും കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യപ്പെടും. പിന്നെന്താ, ഒരു സബ്സിഡറിനെ ഒരു ഏജന്റായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു സബ്സിഡറി കമ്പനി തുടങ്ങിയാലും കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യപ്പെടും. പിന്നെന്താ, ക്രെഡിറ്റേഴ്സിനെയൊക്കെ പറ്റിക്കാൻ വേണ്ടി, ഡിഫീറ്റ് ലോ അല്ലെങ്കിൽ ഡിഫ്രോഡ് ക്രെഡിറ്റേഴ്സ്, ഇതിനൊക്കെ വേണ്ടിയാണ് വേറൊരു കമ്പനി തുടങ്ങുന്നതെങ്കിലും കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യപ്പെടും. ദീസ് ആർ ദ കേസസ് വെയർ കോർപ്പറേറ്റ് വെയിൽ ക്യാൻ ബി ലിഫ്റ്റഡ്. സോ ഇതുവരെയുള്ള പാർട്ടിൽ ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ ഓഫ് സമ്മറി നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണ്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? കമ്പനി എന്താണ്, കമ്പനി ആക്ട് എന്താണ്, ആർക്കൊക്കെയാണ് ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, ഒന്ന് റിവൈസ് ചെയ്യാം. കമ്പനി എന്താ? കമ്പനി ഈസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ഓർ പ്രീവിയസ് ലോ. കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. അതിന് മുമ്പ് കമ്പനീസ് ആക്ട് ഇയർ ഏതാ? 2013. ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? കമ്പനീസിന് ആപ്ലിക്കബിൾ ആണ്. അതുകൂടാതെ ഇൻഷുറൻസ്, ബാങ്കിങ്, ഇലക്ട്രിസിറ്റി, പിന്നെ ബോഡി കോർപ്പറേറ്റ്സ് നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, ഏതെങ്കിലും സ്പെഷ്യൽ ആക്ട് പ്രകാരമുള്ള കമ്പനീസ്, ഇവർക്ക് എല്ലാവർക്കും കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. റിവിഷൻ എന്ന് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ, ഞാൻ പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എൻ്റെ കൂടെ ലൗഡായിട്ട് നിങ്ങളും റെസ്പോണ്ട് ചെയ്യണം. എന്നാലും നിങ്ങളുടെ ബ്രെയിനിൽ ഇതൊക്കെ ആയിട്ടുണ്ടോ നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ട്രൈ ടു റിവൈസ് വിത്ത് മീ. ലൗഡായിട്ട് എൻ്റെ കൂടെ തന്നെ പറയാൻ ശ്രമിക്കാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഫീച്ചേഴ്സ്. ക്യാപിറ്റൽ എങ്ങനെയാണ്? ഷെയർഡ് ആണ്. എങ്ങനെയാണ് സൈൻ ചെയ്യുന്നത്? കോമൺ സീൽ. മാൻഡേറ്ററി ആണോ ഓപ്ഷനിലാണോ? ഓപ്ഷണൽ. എന്ത് പേഴ്സണാലിറ്റിയാണ് കമ്പനിക്കുള്ളത്? ആർട്ടിഫിഷ്യൽ പേഴ്സണാലിറ്റി. നാച്ചുറൽ ആണോ? അല്ല. ഫിക്റ്റീഷ്യസ് ആണോ? അല്ല. എന്താണ്? ആർട്ടിഫിഷ്യൽ പേഴ്സണാലിറ്റി. ദെൻ പറഞ്ഞു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ആര് വേറെ ആര് വേറെ? മെമ്പർ വേറെ, കമ്പനി വേറെ. മെമ്പേഴ്സ് അല്ലെങ്കിൽ കമ്പനി ചെയ്യുന്ന ആക്ടിന് ഷെയർ ഹോൾഡേഴ്സിന് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? ഇല്ല. ഷെയർ ഹോൾഡേഴ്സ് വേറെ, കമ്പനി വേറെ. പിന്നെന്താ നമ്മൾ പഠിച്ചത്? പെർപെച്വൽ സെസഷൻ. പെർപെച്വൽ മീൻസ് continuous, secession means existence. Company will continue forever and ever and ever. Company എങ്ങനെ എൻഡ് ചെയ്യത്തുള്ളൂ? വൈൻഡിങ് അപ്പ്, ലീഗലി വൈൻഡ് അപ്പ് ചെയ്താൽ വേണ്ടി മാത്രമേ എൻഡ് ചെയ്യത്തുള്ളൂ. പിന്നെന്താ? ലയബിലിറ്റി എങ്ങനെയാണ്?
ലിമിറ്റഡ് ലയബിലിറ്റി. ആരുടെ ലയബിലിറ്റിയാണ് ലിമിറ്റഡ്? കമ്പനിയുടെ ആണോ മെമ്പേഴ്സിൻ്റെ ആണോ? മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെങ്കിൽ എത്ര രൂപയും കൂടെ ലയബിലിറ്റി വരത്തുള്ളൂ? അൺപെയ്ഡ് എത്രയുണ്ടോ അത്രയും കൂടെ. ഓരോ ഷെയറിൻ്റെ വാല്യൂലും എത്ര അടച്ചു എത്ര അടയ്ക്കാനുണ്ട്, അടയ്ക്കാനുള്ള ലയബിലിറ്റി അവർക്കുള്ളൂ. ഗ്യാരണ്ടി കമ്പനി ആണെങ്കിലോ എത്ര രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അത്രയും ലയബിലിറ്റി. അൺലിമിറ്റഡ് കമ്പനി ആണെങ്കിലോ ഫുൾ അൺലിമിറ്റഡ്, ഒരു ലിമിറ്റും ഇല്ല, ഫുൾ ലയബിലിറ്റി വരും. ഇതാണ് കമ്പനിയുടെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചത്. പിന്നെ കോർപ്പറേറ്റ് വെയിൽ കൺസെപ്റ്റ്. എന്താ കോർപ്പറേറ്റ് വെയിൽ കൺസെപ്റ്റിൽ പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സ് വേറെ, കമ്പനി വേറെ. ഷെയർ ഹോൾഡേഴ്സ്, കമ്പനി ചെയ്യുന്ന ആക്ടിന് ഷെയർ ഹോൾഡേഴ്സിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? അവിടെ ഇല്ല, അവർ രണ്ടും സെപ്പറേറ്റ് ആണ്. പക്ഷെ ചിലപ്പം ആരാണ് ബിഹൈൻഡ് സ്ക്രീൻ വർക്ക് ചെയ്യുന്നത് നോക്കും. അതിനെന്ത് പറയും? ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ. ആരാ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുന്നത്? നമുക്കങ്ങ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഫ്രോഡ് ഉണ്ട്, ആ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ആര് തീരുമാനിക്കും? കോർട്ട് തീരുമാനിക്കും. ഏതൊക്കെ സിറ്റുവേഷനിലാണ് കോർട്ട് തീരുമാനിക്കുന്നത് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് എന്താണ്? എനിമി ആണോ ഫ്രണ്ട് ആണോ എന്നറിയാൻ. എന്താ അതിന് പറയുന്നത്? ക്യാരക്ടർ ഓഫ് കമ്പനി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി. പിന്നെ ടാക്സ് ഇവേഷന് വേണ്ടിയാണ് വേറെ വേറെ കമ്പനി ഫോം ചെയ്തിട്ടുള്ളതെങ്കിൽ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യും. പിന്നെ ലീഗൽ ഒബ്ലിഗേഷൻ, ബോണസ് പോലുള്ള ലീഗൽ ഒബ്ലിഗേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് കമ്പനി ഫോം ചെയ്തിട്ടുള്ളതെങ്കിൽ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യും. പിന്നെ ഒരു ഏജന്റായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലെ ലൈസൻസിന്റെ കാര്യം പറഞ്ഞത്, ഏജന്റായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വേറൊരു കമ്പനിയെ ഫോം ചെയ്യുന്നത്, ഒരു സബ്സിഡറിയെ ഫോം ചെയ്യുന്നതെങ്കിൽ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യും. ഹോൾഡിങ്ങും സബ്സിഡറി കമ്പനിയും ഒന്ന് തന്നെയാണെന്ന് പറയും. സബ്സിഡറി എന്താണെന്നറിയാവോ? ഒരു കമ്പനി 100% ഷെയർസും വേറൊരു കമ്പനിയുടെ വാങ്ങിക്കാമെന്ന് വിചാരിക്കോ. അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ആരാണ്? ഈ ഷെയർ വാങ്ങിച്ച കമ്പനി. അല്ലെ 100% ഷെയർസ് ഓഫ് ബി ലിമിറ്റഡ് ഹെൽഡ് ബൈ എ ലിമിറ്റഡ്. ആണെങ്കിൽ എ ലിമിറ്റഡ് ആ തീരുമാനമല്ല എടുക്കുന്നത്. എ ലിമിറ്റഡ് ഹോൾഡിംഗ് കമ്പനി, ബി ലിമിറ്റഡ് സബ്സിഡറി കമ്പനി. അത് ഇനി ഡീറ്റെയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഡോൺ വറി. പിന്നെ ഫ്രോഡിന് വേണ്ടി അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനെ പറ്റിക്കാൻ വേണ്ടി ഒക്കെ ആണെങ്കിലും കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യും. ഈ കേസിലൊക്കെ ആയിരിക്കും കോർട്ട് കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനം എടുക്കുന്നത്. സോ വിത്ത് ദിസ് വി ഫിനിഷ് ഫസ്റ്റ് പാർട്ട് ഓഫ് അവർ സമ്മറി. നെക്സ്റ്റ് പാർട്ടിൽ ക്ലാസ്